ഹലോ സ്റ്റുഡൻസ്, സോ വെൽക്കം ടു ക്ലാസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിട്ടല്ല, നിങ്ങൾക്ക് പ്രിലിംസിന് എങ്ങനെയാണ് പ്രിലിംസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ഒരു ഓറിയന്റേഷൻ വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഒരു നമ്മൾ ഇത്ര നാളും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സീസറിന്റെ ക്ലാസ്സോ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയുടെ ക്ലാസ്സോ അങ്ങനെ ഒരു ക്ലാസ് ഫുൾ ഒരു ക്ലാസ് ആയിട്ടല്ല നിങ്ങൾ ഇന്നത്തെ ഒരു സെഷൻ എടുക്കുന്നത്. അപ്പം ഇതിനകത്തൊരു ഈ സെഷൻ കണ്ടിട്ട് നിങ്ങൾ ഇതൊരു PYQ സോൾവ് ചെയ്യുന്ന സെഷൻ ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാത്തിനും ആൻസർ ഒന്നും ഞാൻ കുറച്ച് PYQs ഒക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ എല്ലാത്തിനും ഞാൻ ആൻസർ ഒന്നും പറയത്തൊന്നുമില്ല ചിലതിൻ്റെ. അപ്പം നിങ്ങൾക്കത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരണേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കി എടുക്കുക ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഓരോ ടോപ്പിക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യണം, ആ ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പ്രിലിംസിനെ പറ്റി ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ പഠിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം പ്രിലിംസിന് 2 പേപ്പറുണ്ട് അല്ലേ. GS1 എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പേപ്പറുണ്ട്, പിന്നെ GS2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ CSAT പേപ്പറുണ്ട്. ഇങ്ങനെ 2 പേപ്പറാണ് പ്രിലിംസിന് വരുന്നത്. ഓക്കെ, അതിനകത്ത് GS1ന്റെ മാർക്ക് ഇതിനകത്താണ് ഫുൾ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഡാറ്റ പഠിക്കുന്നത് അല്ലെങ്കിൽ ഫാക്ട്സ് പഠിക്കുന്നു, അതുപോലെ ബേസിക് ആയിട്ടുള്ള ജനറൽ നോളജ് എല്ലാം കാര്യങ്ങളും പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വരും? ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ പൊളിറ്റി, അതുപോലെ സയൻസ് ആൻഡ് ടെക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതേ GS1നകത്ത് തന്നെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ എല്ലാം വരുന്നത് GS1 നമ്മുടെ ഇത് മോർണിംഗ് സെഷനകത്തുള്ള ആദ്യത്തെ പേപ്പറാണ്. ഇതിനകത്ത് ഈ GS1നാണ് കട്ട് ഓഫ് വരുന്നത്. പല മാർക്ക് അനുസരിച്ച് ഓരോരുത്തർ ആ ഒരു ഇയറിലെ ക്വസ്റ്റിന്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് കട്ട് ഓഫ് കയറുകയോ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം, അതനുസരിച്ചിരിക്കും. എന്നാൽ CSAT പേപ്പർ നമുക്ക് നേരത്തെ അറിയാം, നമുക്ക് പാസിംഗ് പേപ്പറാണ്, ഉച്ച കഴിഞ്ഞ് നടക്കുന്നതാണ്. അതിന് നമുക്ക് 66.66 മാർക്കാണ് വേണ്ടത്. അതായത് 33% മാർക്ക് മേടിക്കണം. 33% ആണ് മാർക്ക് അവർ പറയുന്നത്. അതായത് 66.66 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങൾ CSAT പേപ്പർ പാസ്സായി. ഇത് രണ്ടും പാസ്സായാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിനകത്ത് CSATന് നിങ്ങൾക്കറിയാം ഏത് പേപ്പർ ആണെങ്കിലും CSATന്റെ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, അതായത് റിവിഷൻ മസ്റ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്താലും റിവിഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഫുൾ സിലബസ് കവർ ചെയ്യാനും ശ്രമിക്കണം. സിലബസ് കവർ ചെയ്യാൻ നോക്കുക. അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സിലബസ് ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. സോ സിലബസ് എല്ലാം കവർ ചെയ്യുന്നുണ്ടോ നോക്കുക. റിവിഷൻ മസ്റ്റ് ആണ്. പിന്നെ വേറെ അടുത്ത അനലൈസ് ആണ് PYQ നമ്മൾ അനലൈസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അതിനാണ് നമ്മൾ ഈ PYQs നമ്മൾ നോക്കുന്നത്. അതായത് ഏത് ടോപ്പിക്കാണോ ഏത് സെക്ഷനാണോ കുറച്ചുകൂടി കൂടുതൽ ചോദിക്കുന്നത്, ആ ഒരു റിപ്പീറ്റഡ് അനലൈസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? PYQ എന്ന് കിട്ടും. അതാണ് നമ്മൾ PYQ നമ്മൾ അനലൈസ് ചെയ്യുന്ന മെയിൻ ഉദ്ദേശം. അതായത് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് അതിനകത്തൊരു നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് നല്ല രീതിയിൽ തറവാക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ഇനി വന്നാൽ നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റണം. അത് നമ്മൾ വിട്ടുപോകരുത്, കാരണം നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അത് നമ്മൾ അവിടെ തന്നെ ആ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്. അതായത് ഇത്ര മാർക്ക് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഈ മാർക്ക് വരും, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ചെല്ലാൻ നേരത്ത് നമുക്കത് ചോദിക്കാൻ നേരത്ത് നമുക്കത് കാണാൻ നേരത്ത് നമുക്കൊരു സന്തോഷം കിട്ടും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതേ വന്നു. അപ്പൊ അത് നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ്, എക്സാമിന്റെ സമയത്ത് നമ്മുടെ ഒരു കോൺഫിഡൻസും ബൂസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ PYQ അനലൈസ് ചെയ്യാൻ നേരത്തും നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നു വരുകയും ചെയ്യാൻ നേരത്ത്. ഇതുപോലെ തന്നെയാണ് GS1നും ഈ സെയിം അപ്രോച്ച് തന്നെ നിങ്ങൾക്ക് വേണം. അതായത് ഫസ്റ്റ് നിങ്ങൾ എല്ലാത്തിൻ്റെയും സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ ശ്രമിക്കണം. ചിലപ്പോൾ ചിലവർക്ക് പറ്റുന്നില്ലായിരിക്കാം. ഓക്കെ, അത് ഓക്കെയാണ്. ഫുള്ള് ചിലപ്പം 100% സിലബസ് കവർ ചെയ്തിട്ട് പോകാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രയോറിറ്റി ചെയ്യുക. നിങ്ങൾ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യണം. അത് എങ്ങനെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ PYQ ബേസ് ചെയ്തും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഇത് രണ്ടും ബേസ് ചെയ്ത് നിങ്ങൾ ഈ GSനകത്ത് തന്നെ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. അതായത് എന്ത് പഠിക്കണം, ഏത് ടോപ്പിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ഭാഗങ്ങൾ പഠിക്കണം, അതൊക്കെ. കാരണം നിങ്ങൾക്ക് ഇപ്പം ഉദാഹരണം നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റി തന്നെ എടുക്കുവാണ്. ഇപ്പോൾ പൊളിറ്റിക്കകത്ത് നിങ്ങൾക്ക് ആ പൊളിറ്റിക്കൽ ലക്ഷ്യം അത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സിലബസ് ഫുള്ള് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കിട്ടുന്നില്ല. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ റിവിഷന്റെ സമയത്ത് ഏതൊക്കെയാണ് വീണ്ടും ഒരു 2 അല്ലെങ്കിൽ 3 4 തവണ റിവിഷൻ ചെയ്യേണ്ടത് ടോപ്പിക് ഏതാണ്. ചില ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ട് മറന്നു പോകുന്ന ടോപ്പിക്സ് ആണ്. അപ്പം അത് വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ആ ടോപ്പിക്ക് തന്നെ വീണ്ടും എടുക്കണം. കാരണം അതിനിപ്പം പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത്
ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം, അല്ലാണ്ട് സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യും. PYQ നമ്മൾ അനലൈസ് ചെയ്യും. കുറച്ച് ഒരു 5 കൊല്ലത്തിൽ അല്ലെങ്കിൽ 10 കൊല്ലത്തിന് PYQs എടുത്തിട്ട് ഇതിനകത്ത് തന്നെ പൊളിറ്റി തന്നെ ഏത് സെക്ഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നേക്കണേ, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് വീണ്ടും വീണ്ടും ചോദിച്ചാണ്, എന്തൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചാണ്, അത് ബേസ് ചെയ്ത് നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഈ സെറ്റ് ചെയ്ത പ്രയോറിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, ഫിനിഷ് ചെയ്യാൻ നോക്കും. അതിപ്പം ഏത് ടോപ്പിക്കാണെങ്കിലും പൊളിറ്റി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഏത് ടോപ്പിക്കിനകത്തും നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത ഈ പ്രയോറിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് ഫസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കണം, അത് പഠിച്ച് തീർക്കണം. അതിന് വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കറണ്ട് അഫയേഴ്സ് ഇതുമായിട്ട് നമ്മൾ പഠിച്ച സാധനമായിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കണം. അതായത് ഫ്രീക്വന്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിനകത്ത് വന്ന ടോപ്പിക്സ് ഇപ്പം എല്ലാ ഇതിനകത്തും വരാം. പൊളിറ്റി ആയിക്കോട്ടെ, ഇപ്പം ജോഗ്രഫി, ഇപ്പം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ജോഗ്രഫിക്കകത്ത് ഇപ്പം എൽനിനോ ലാനിനോ അതിനെ പറ്റിയുള്ള ടോക്ക് വരുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ ജോഗ്രഫിക്കകത്ത് എൽനിനോ ലാനിനോ ഒക്കെ പഠിക്കുന്നതാണ്. അപ്പം ഇതൊരു നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് എൽനിനോ എന്താണോ, അല്ലെങ്കിൽ എൽനിനോ വരാൻ നേരത്ത് നമുക്ക് ഇന്ത്യൻ സബ് കോണ്ടിന്റെ റെയിൻഫോൾ പാറ്റേൺ എന്താണ് വ്യത്യാസം വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ എൽനിനോടെയും ലാനിനോടെയും കാര്യങ്ങൾ പഠിക്കുക, അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം ഇതാണ് കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. എല്ലാം ടോപ്പിക്ക് പഠിച്ചിട്ട് വരും. നമ്മളിപ്പം ജോഗ്രഫിക്കകത്ത് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഇപ്പം എൽനിനോ ലാനിനോ കറണ്ട് അഫയേഴ്സിനകത്ത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജോഗ്രഫിക്കകത്ത് നിന്ന് ഈ എൽനിനോ ലാനിനോ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ദാറ്റ് ഫസ്റ്റ് നമ്മൾ PYQ നോക്കിയിട്ടുണ്ടേ. ആദ്യം നമ്മൾ PYQ ബേസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കി, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അഡീഷണൽ ആയിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് നമുക്ക് സാധ്യതയുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ അങ്ങനെയും കവർ ചെയ്യണം. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് കവർ ചെയ്യാൻ നോക്കണം. ഫുൾ പറ്റുന്നില്ലേ, 100% സിലബസ് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എല്ലാവരും ഇതുപോലെ മിക്കവർക്കും വരുന്ന അവസ്ഥയാണ്. അതായത് നമുക്ക് ഫുൾ 100% നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ടൈം ഓറിയന്റഡ് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ റിവിഷൻ മസ്റ്റ് ആണ്. ഫസ്റ്റ് സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ റിവൈസ് ചെയ്യണം. സോ റിവിഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്തോണം. അത് നമ്മുടെ ലാസ്റ്റ് മന്ത് നമ്മൾ പരീക്ഷയൊക്കെ എടുക്കുന്ന പ്രിലിംസ് എടുക്കുന്നത്, ഇപ്പം മെയ് ലാസ്റ്റ് വീക്കാണ് പരീക്ഷ വരുന്നെങ്കിൽ ആ ഒരു മെയ് മന്ത് എന്ന് പറയുന്നത് ഫുൾ എന്ത് ചെയ്യണം, റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. അതായത് ആ സമയത്ത് നിങ്ങൾ റിവൈസ് ചെയ്യാൻ മാക്സിമം നോക്കുക. പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. കാരണം ഈ റിവിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ കൺഫ്യൂഷൻ മാറ്റി കിട്ടണം. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടാൻ നേരത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്, അവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, ഇത് ഇങ്ങനെ വേറെ രീതിയിൽ വരാവോ അല്ലെങ്കിൽ അപ്പുറത്ത് മാറി വരാവോ, ഇതൊക്കെ നമ്മളുടെ ചിന്ത വരും. നമ്മൾ ഓവർ തിങ്ക് ചെയ്യാനുള്ള വളരെ സാധ്യത കൂടുതലാണ് ഇതിന്റെ സമയത്ത്, നമ്മുടെ എക്സാം ഹാളിൽ ഇരുന്ന്. അപ്പം ആ ഒരു ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കിനെ പറ്റിയും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കണം. അതിനകത്തൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. സോ ആ കൺഫ്യൂഷൻ നമ്മൾ ഒഴിവാക്കുന്നത് ഏത് വഴിയാണ്, ഈ റിവിഷൻ വഴിയാണ്. നമ്മൾ പഠിച്ച ഒരു കാര്യം നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യാൻ നേരത്ത് നമുക്കത് കറക്റ്റ് എക്സാക്ട് പിൻ പോയിന്റ് ആയിട്ട് നമുക്ക് ആ പോയിന്റ് നമ്മുടെ തലയിരിക്കും. അപ്പൊ അത് നിൽക്കുന്നവരെ നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് ഇട്ട് റിവൈസ് ചെയ്യാം. ഇപ്പം ഒരു ദിവസം റിവൈസ് ചെയ്ത സാധനം പിന്നെ ഇപ്പം ഡേ 1 നിങ്ങൾ പഠിച്ച സാധനം നിങ്ങൾ ഡേ 2 വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. പിന്നെ അത് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡേ 10 അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ തന്നെ വീണ്ടും റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു എളുപ്പമുണ്ട്. അതായത് പെട്ടെന്ന് പരിപാടി തരും. നമുക്ക് ആദ്യം ലെങ്തി എടുക്കില്ല, നമ്മൾ പഠിക്കുന്ന സമയം അത്ര ഒന്നും എടുക്കില്ല റിവൈസ് ചെയ്യാൻ. അതും റിവിഷന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം ആദ്യത്തെ തവണ നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു 5 hours അല്ലെങ്കിൽ 4 hours എടുത്ത ഒരു ടോപ്പിക് ആണെങ്കിൽ തേർഡ് ടൈം അല്ലെങ്കിൽ ഫോർത്ത് ടൈമിലേക്ക് നമ്മൾ പോകാൻ നേരത്ത് അത്രയും പോലെ നമുക്ക് എടുക്കില്ല. 1 hour അല്ലെങ്കിൽ 2 hour നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. അതായത് ഈ റിവിഷൻ സ്ട്രാറ്റജി ഇതിങ്ങനെ ഫോളോ ചെയ്യാൻ നേരത്ത് നമ്മുടെ എക്സാമിന്റെ ഒരു തലേ ഒരു നാൾ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എക്സാമിന് മുന്നത്തെ ദിവസമല്ല, അതായത് ആ ഒരു വീക്കിൽ, എക്സാമിന് മുമ്പുള്ള ഒരു വീക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിവിഷൻ നമ്മുടെ ഒരു 4ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ റിവിഷൻ നമുക്ക് അവിടെ കൊണ്ടുവരാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് എല്ലാ ടോപ്പിക്കും എൻ്റെ സിലബസ് നമുക്ക് ഒരു വീക്കിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. അപ്പം ഈ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആകാം, റിവിഷൻ നിങ്ങൾക്ക് ഈസി ആകാൻ വേണ്ടി നിങ്ങൾ വേറെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നോട്ട് ഉണ്ടായിരിക്കണം. എല്ലാത്തിനും നമുക്ക് ഇപ്പം നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾക്കൊക്കെ, അതായത് നമ്മൾ PYQ അനലൈസ് ചെയ്തു, പിന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്ത ചില കാര്യങ്ങൾ, അപ്പൊ ഇതിന്റെയൊക്കെ നോട്ട്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടോപ്പേഴ്സിന്റെ നോട്ട്സും നമുക്ക് ഉപയോഗിക്കാം. അതേപടി തന്നെ നിങ്ങൾ കോപ്പി അടിച്ച് വെക്കരുത്. അതായത് ഈ ടോപ്പേഴ്സിന്റെ നോട്ട്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതെന്ന് വെച്ചാൽ അനലൈസ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ
അതായത് പ്രയോറിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നോൺ പ്രയോറിറ്റി ഏരിയയിൽ നിങ്ങൾ ഇപ്പം കൂടുതൽ ഫോക്കസ് കൊടുത്ത് അതൊരു നിങ്ങളുടെ ടൈം വേസ്റ്റിംഗ് ആവും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചിലപ്പം ടോപ്പേഴ്സിൻ്റെ ഒക്കെ നോട്ട് എടുത്തിട്ട് അവരെന്തൊക്കെയാണോ മാർക്ക് ചെയ്തേക്കണേ, അല്ലെങ്കിൽ അവരുടെ നോട്ടിനകത്ത് എന്തൊക്കെയാണോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ നമ്മൾ PYQ അനലൈസ് ചെയ്തു നമ്മൾ. അപ്പം ഇതൊരു 3 സെറ്റ് നമ്മൾ അനലൈസിങ് നടത്തി. ഇത് എന്നിട്ട് നമ്മൾ ചെയ്യും. ഈ ടോപ്പേഴ്സിന്റെ നോട്ട് നിങ്ങൾ അതേപടി തന്നെ കോപ്പി അടിക്കരുത്. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അതും അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കാൻ നേരത്തെ നിങ്ങൾ ഒന്നെങ്കിൽ ക്ലാസ് കണ്ടിട്ടായിരിക്കും നോട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു സ്റ്റാൻഡേർഡ് ബുക്ക് കണ്ടിട്ട് അത് വായിച്ചിട്ട് അതിനകത്ത് നിന്നായിരിക്കും നോട്ട് ഉണ്ടാക്കുക. അപ്പം ഇതെല്ലാം നിങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നോട്ട് ഉണ്ടാക്കുക. അതായത് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ ബാക്കിയുള്ളവർക്കോ ഈ നോട്ട് കണ്ടിട്ട് മനസ്സിലാകണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. അതായത് നിങ്ങൾക്ക് ഈ നോട്ട് വായിക്കാൻ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ ഈസി ആയിരിക്കണം. ഈ 2 പോയിന്റ് നിങ്ങൾ ഓർത്തണം. ഒരു നോട്ട് ഉണ്ടാക്കാൻ നേരത്ത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റണം. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപടി തന്നെ പാരഗ്രാഫ് കോപ്പി അടിച്ച് നോട്ടിലേക്ക് എഴുതി കഴിഞ്ഞാൽ വേറെ ടെക്സ്റ്റ് വായിക്കുന്നതും നോട്ട് വായിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഇല്ലാണ്ടായി പോകും. അതായത് ക്രിസ്പ് ആയിരിക്കും കുറച്ചുകൂടി. പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതാൻ നോക്കുക. പിന്നെ പെട്ടെന്ന് തീരുകയും ചെയ്യണം. അതായത് ഒരു ബുക്കിന്റെ ഇപ്പം ലക്ഷ്മികാന്തിന്റെ ഒരു പേജ് വായിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം എടുക്കുമെങ്കിൽ ആ ഒരു പേജിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിനകത്തുനിന്ന് നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് വായിച്ചു തീർക്കണം. ആ മെയിൻ പോയിന്റ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടണം. ആ രീതിയിൽ വേണം നിങ്ങൾ നോട്ട് ഉണ്ടാക്കി വെക്കാനും. ഇതൊക്കെയാണ് നിങ്ങൾ പ്രിലിംസിന് മുമ്പേ നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രിലിംസിനെ കുറച്ച് അനലൈസിങ് നോക്കാം. ഓക്കെ, ഇനി എക്സാമിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളത്. അതായത് ഇതൊക്കെയാണ് നമ്മുടെ ഒരു സബ്ജക്ട് വൈസ് അനലൈസിസ് ആണ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസിന്റെ. നിങ്ങളിപ്പോൾ ഇതിനകത്ത് നോക്കി ഒരു 2011 to 22 വരെയുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് ഓരോന്നിനെ വെയിറ്റേജ് എത്രയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എൻവയൺമെന്റിനാണ് മോസ്റ്റ് വെയിറ്റേജ് കൊടുക്കുന്നത് അല്ലെ. 18% വെയിറ്റേജ് എൻവയൺമെന്റ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്കണോമി വന്നിട്ടുണ്ട്, പൊളിറ്റി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓൾമോസ്റ്റ് 15% വെയിറ്റേജ് നിങ്ങൾക്കുണ്ട്. എൻവയൺമെന്റിന് 18 വരുമ്പോൾ ഓൾമോസ്റ്റ് 1/5% ടോപ്പിക്കെങ്കിലും എൻവയൺമെന്റിൽ നിന്ന് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ഈ സെയിം നിങ്ങളുടെ സിവിൽ സർവീസിന്റെയും പ്രിലിംസും ഫോറസ്റ്റ് സർവീസിന്റെ പ്രിലിംസും സെയിം ആണ്. ഓക്കെ, പ്രിലിംസ് രണ്ടുപേരുടെയും പ്രിലിംസ് എക്സാമിനേഷൻ സെയിം ആണ്. സിവിൽ സർവീസിന് വേണ്ടി നടത്തുന്നതും ഫോറസ്റ്റ് നടത്തുന്ന എക്സാമും സെയിം ആണ്. സെയിം ഡേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എൻവയർമെന്റ് വെയിറ്റേജ് കുറച്ചും ഇതിനകത്തേക്ക് നമ്മൾ കയറി വരുന്നത്. സോ എൻവയർമെന്റ് പ്രിലിംസിന് നല്ല രീതിയിൽ നിങ്ങൾ എൻവയർമെന്റ് ഫോക്കസ് ചെയ്യാനുണ്ട്. മെയിൻസിന് നിങ്ങൾക്ക് അത്രയും ഫോക്കസ് ഇല്ലെങ്കിൽ പോലും പ്രിലിംസിന്റെ കേസ് വരാൻ നേരത്ത് എൻവയർമെന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒഴിവാക്കരുത്. ആ എൻവയർമെന്റ് ടോപ്പിക്കെ നിങ്ങൾ ഒഴിവാക്കി വിടരുത്. ആ സബ്ജക്റ്റ് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ എക്കണോമി, പിന്നെ പൊളിറ്റി, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത സബ്ജക്റ്റുകളാണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും പഠിച്ചേ പറ്റത്തുള്ളൂ. ഇതിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് സ്റ്റാൻഡേർഡ് ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ബുക്ക് നോക്കുക, ഒന്ന് ചേഞ്ച് ചെയ്യുക, കുഴപ്പമില്ല. കാരണം അത് തന്നെ വീണ്ടും വായിച്ചിട്ട് ഒന്നും കൺസെപ്റ്റ് കിട്ടുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, എക്കണോമി പൊളിറ്റി ഇതൊക്കെ നമ്മൾ മര്യാദയ്ക്ക് പഠിക്കണം. ഇപ്പം പൊളിറ്റിക്ക് നമ്മൾ എപ്പോഴും നോക്കുന്നത് ലക്ഷ്മികാന്തൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ എന്താണ് NCERT വായിക്കാൻ നോക്കുക. ഇതിനകത്തെല്ലാം നിങ്ങൾ NCERT ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, കാരണം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ UPSC എന്ന് പറയുന്ന UPSC എക്സാം നടത്താൻ പോവാണ്. ഇപ്പം ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് ബുക്സ് നമ്മുടെ ഈ ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ നമ്മൾ എക്കണോമിക്ക് പല ബുക്സിന്റെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഇറക്കുന്ന പല ബുക്സും ഉണ്ട്. അപ്പം എപ്പോഴെങ്കിലും നമ്മൾ UPSC എക്സാം നടത്താൻ നേരത്ത് അവർ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ബുക്ക് വെച്ച് അമ്മ ക്വസ്റ്റ്യൻ ഇടാൻ നോക്കുക. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കി. അതായത് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാൻ നേരത്ത് അവർക്കൊരു സ്റ്റാൻഡേർഡ് ഇത് വേണം, ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ അവർ റിലേ ചെയ്യുന്ന അവർക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് സോഴ്സ് വേണം. അപ്പൊ അത് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ NCERT ആണ്. കാരണം എന്താ, അത് ഗവൺമെന്റിന് തന്നെയാണ്. അവർ തന്നെ പ്രൊഫസേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന ബുക്സ് ആണ്, അതായത് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി NCERT. അപ്പൊ അത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബുക്ക് ഇരിക്കാൻ നേരത്ത് ഇവർ വേറെ എക്സ്ട്രാ നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറക്കിയതിനെ റിലേ ചെയ്യാൻ പോകത്തില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബുക്കിൽ നിന്ന് എടുത്ത് ഇവർ ക്വസ്റ്റ്യൻ ഇടാൻ പോയാൽ അല്ലെങ്കിൽ അതിനെ റിലേ ചെയ്യാൻ പോയാൽ അതെന്താണ്, നമുക്ക് പറയും ഫേവറേറ്റ്സ് ആണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ വരാം. സോ അവർ എത്തിക്കലിയും അല്ലെങ്കിൽ മോറലി അത് റോങ് ആയി പോകും. സോ NCERT നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കായിട്ടും നമ്മൾ കരുതണം, നമ്മൾ അത് കവർ ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾക്ക് NCERT നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി എക്സ്ട്രാ നോളജ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ നമുക്ക് വായിക്കാൻ പറയുന്നത്. കുറച്ചുകൂടി എക്സ്ട്രാ നമുക്ക് ക്ലാരിറ്റി കിട്ടും. സോ NCERT നിങ്ങൾ ഒഴിവാക്കരുത്.
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന NCERT. ഇപ്പം എക്കണോമി ആണെങ്കിൽ നമ്മുടെ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ +1 ആണ് +2 എന്നത്. അപ്പം മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ NCERT ബുക്സ് ഒക്കെ ഇതൊന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല എക്കണോമിക്സ് പഠിക്കാൻ നേരത്ത്. അല്ലെങ്കിൽ എൻവയോൺമെന്റ് പഠിക്കാൻ നേരത്ത് നമ്മുടെ സയൻസിന്റെ ബുക്സിനകത്ത് ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്കൊക്കെ എക്കോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതിനകത്തും എൻവയോൺമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പൊല്യൂഷനും ബാക്കിയുള്ള ഇതിനകത്ത് പ്രത്യേകിച്ച് എൻവയോൺമെന്റിന്റെ പല ടോപ്പിക്കും പല NCERT-ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കണേ, ഒറ്റ ബുക്കില്ല. പക്ഷേ എക്കണോമിയൊക്കെ നമുക്ക് ഒറ്റ ബുക്ക് വായിക്കാൻ കിട്ടും. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജോഗ്രഫി ആണെങ്കിലും ഫണ്ടമെന്റൽ ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ സിംഗിൾ ബുക്ക് ഉണ്ട് NCERT +1-ന്റെ. സോ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അതിന്റെ ഒരു 80% ജോഗ്രഫിയുടെ കവർ ചെയ്ത് കിട്ടും. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിക്ക് അതിന്റെ ബുക്കുണ്ട് NCERT തന്നെ. സോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യണം, മസ്റ്റായിട്ട് കവർ ചെയ്യണം. പിന്നെ അതിനകത്ത് തന്നെ വേണമെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ NCERT-ക്കകത്ത് വായിച്ചു കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ വായിച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറെ അവർ തന്നെ കുറെ ക്വസ്റ്റ്യൻ ഇട്ടുന്നുണ്ട്. അതൊന്നും ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു പഠിച്ച കാര്യങ്ങൾ നമുക്ക് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടോ, അറിവുണ്ടോ, നമുക്ക് ഓർമ്മയിലുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ അടുത്ത് നോക്കിയേ, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. ഈ സയൻസ് ആൻഡ് ടെക്നോളജിക്കും സ്റ്റാൻഡേർഡ് ബുക്സ് അങ്ങനെ NCERT നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും പോലും കൂടുതലും വരുന്നത് പിന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരാം. ഇപ്പൊ സെല്ലിനെ പറ്റിയോ അല്ലെങ്കിൽ ചെറിയ ടോപ്പിക്സ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് വരാം. പിന്നെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും കൂടുതലും സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് തന്നെ. അതായത് ഇപ്പൊ ഏതെങ്കിലും ക്വാണ്ടം ചിപ്സ്, ഇപ്പം നമുക്കറിയാം സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ക്വാണ്ടം ടെക്നോളജിനെ പറ്റിയൊക്കെ നമ്മളിപ്പം കൂടുതൽ കേൾക്കുന്നുണ്ട്. സോ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള കറണ്ട് അഫയേഴ്സ് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ജീനോം പ്രോജക്റ്റ്, അപ്പൊ അതൊക്കെ വരാൻ നേരത്ത് അതുമായിട്ട് റിലേറ്റഡ് ഉള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഉള്ള സയൻസ് ആൻഡ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻ വരാം. പിന്നെ ബാക്കിയുള്ള ആർട്ട് ആൻഡ് കൾച്ചർ, മോഡേൺ ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യ, ആൻഷ്യന്റ്, അതൊക്കെ ഇത്തരം ടോപ്പിക്ക് നിങ്ങൾ അധികം കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട. ഇതെന്തായിരിക്കും കൂടുതലും കറക്റ്റ് അതിനകത്ത് നിന്ന് തന്നെ ആ ടെസ്റ്റിനകത്തുള്ള ഡാറ്റ അല്ലെങ്കിൽ ഫാക്ട്സ് ആയിരിക്കും കൂടുതലും വരുന്നത്. ഈ ആർട്ട് ആൻഡ് കൾച്ചറിനകത്ത് വരുന്നത് അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററിക്കകത്ത് വരുന്നത്, മെഡീവൽ ഹിസ്റ്ററി, ഏഷ്യൻ ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പ്രത്യേകിച്ച് വലിയ ലിങ്ക് കാണത്തില്ല. കൂടുതലും ഡയറക്റ്റ് ഫാക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഹിസ്റ്ററി ഫാക്ട് പഠിച്ചാൽ മതിയാവത്തുള്ളൂ. അത് നിങ്ങൾ പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് അതിവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി പൊളിറ്റി, എക്കണോമി ഒക്കെ എൻവയോൺമെന്റ് നമ്മൾ ഫാക്ട് പഠിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ലിങ്ക്ഡ് ആണ് പൊളിറ്റിക്കകത്തൊക്കെ. നമുക്കിപ്പം മണി ബില്ലിനെ പറ്റിയുള്ള ഇതൊക്കെ കറണ്ട് അഫയേഴ്സിനകത്ത് വരുവാണെങ്കിൽ അത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ എക്കണോമിക്കകത്താണ് ഇപ്പം ഇൻഫ്ലേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ വരിക, അല്ലെങ്കിൽ CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് വരും. അത് നമുക്ക് ഇപ്പം നമ്മുടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചു തരാം UPSC പ്രിലിംസിന്. പിന്നെ ജോഗ്രഫി ആണെങ്കിലും ഒന്ന് ജോഗ്രഫിക്കകത്ത് ഫാക്ട്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കാണും. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപടിയുടെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇപ്പം റിവർ സിസ്റ്റം ചോദിക്കാം, അല്ലെങ്കിൽ മൗണ്ടൈൻ്റെ പാസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഓൾറെഡി, അത് ചോദിക്കാം. രണ്ട്, ഇവിടെയും കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യ യുക്രൈൻ വാർ നടന്ന സമയത്ത് യുക്രൈന്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചു. അപ്പം അങ്ങനെ അത് കറണ്ട് അഫയേഴ്സ് ജോഗ്രഫിയാണ്, എന്നാൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തു ആ ഒരു രീതിയിൽ. പിന്നെ ചോദിക്കുന്ന റെഡ് സീനെ പറ്റി ചോദിച്ചു, നേരത്തെ മറ്റേ ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത്. അതെന്താ ഇവർ ചെയ്തേ, കറണ്ട് അഫയേഴ്സ് ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുകയാണ്. അപ്പം അതും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതായത് ജോഗ്രഫിക്കകത്ത് നിങ്ങൾ ഫാക്റ്റും പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സിനകത്ത് പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഏതൊക്കെ പ്ലേസസ് ആണ് ന്യൂസിനകത്ത് വന്നേ, അത് എന്തുകൊണ്ട് വന്നു, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ റീസൺ നമുക്ക് കറണ്ട് അഫയേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. സോ ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഏതാണ്, ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് വേണ്ട ആദ്യത്തെ കാര്യങ്ങൾ അല്ലേ. നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് എല്ലാത്തിനെയും പറ്റി, എല്ലാ ടോപ്പിക്കിനെയും പറ്റിയും, അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട സിലബസിലുള്ള എല്ലാത്തിനെയും പറ്റി നമുക്ക് ബേസിക് ആയിട്ടുള്ള കൂടുതൽ നമ്മൾ പറയുന്ന റോക്കറ്റ് സയൻസ് അങ്ങനെയുള്ള വലിയ നോളജ് ഇല്ല, ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം നോളജ്. അത് നല്ല തറായിക്കിട്ട് പൊക്കണം. അതിനാണ് NCERT വായിക്കാൻ പറ്റില്ല. കാരണം അവർ ഈ NCERT 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന NCERT നമ്മൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കാൻ നേരത്ത് നമുക്ക് വായിച്ചാൽ കിട്ടും, എളുപ്പമാണ് നമുക്കത്. +1 നമ്മൾ +1 ടെസ്റ്റും അല്ലെങ്കിൽ 10, 8, 7, 9ാം ക്ലാസ്സിലൊക്കെ ടെസ്റ്റൊക്കെ നമുക്കിപ്പോൾ വായിച്ചാൽ മനസ്സിലാകാം നമുക്ക്. അത് നമുക്കൊന്ന് പതുക്കെ വായിച്ചാൽ മതി, ഓടിച്ച് വായിക്കാൻ, സ്പീഡിൽ പോകാൻ നിൽക്കരുത്. ഷോർട്ട് കട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ടൈം റീഡിങ്ങിന്റെ സമയത്ത് നമ്മൾ ഷോർട്ട് കട്ടൊന്നും ഉപയോഗിക്കാൻ പോകരുത്. കറക്റ്റ് ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് നിങ്ങൾ വായിക്കുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, തേർഡ് റീഡിങ്ങിനൊക്കെയാണ് നമുക്ക് ഈ പെട്ടെന്ന് സെന്റൻസ് ബൈ സെന്റൻസ് ഒന്നും വേണ്ട. നമ്മൾ മാർക്ക് ചെയ്ത ഫസ്റ്റ് റീഡിങ്ങിന്റെ സമയത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ബേസിക് നോളജ് എന്താണ്, ഫസ്റ്റ് നമുക്ക് മസ്റ്റ് ആണ്. അപ്പൊ ഇത് എവിടെ നിന്നൊക്കെ കിട്ടണേ, നമ്മുടെ സിലബസ് അനുസരിച്ച് നോക്കാൻ നേരത്തും, പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഒക്കെ വായിക്കാൻ നേരത്താണ് നമുക്ക് ഈ ബേസിക് നോളജ് കിട്ടുന്നത്. സോ ഇത് വെച്ച് നമുക്കൊരു PYQന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്, അതായത് ബേസിക് ആയിട്ട് നമുക്ക് ചോദിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബേസിക് നോളജിനകത്ത് ഇതിനകത്ത് വന്നിട്ടുള്ളത്.
അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് നോക്കി, ഇത് 2024 ചോദിച്ചതാണ്. അതായത് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പ്ലേസ് ദ റൈറ്റ് ടു പ്രൈവസി. അപ്പം റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ഈ റൈറ്റ് ഏത് ആർട്ടിക്കിളിന്റെ കീഴിലാണ് സുപ്രീം കോർട്ട് വെച്ചേക്കണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 15 ആണോ, 16 ആണോ, 19 ആണോ, 21 ആണോ? അപ്പം ഇതറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് വരുന്നതെന്ന് അറിയാം അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് UPSCക്ക് ഇമ്പോർട്ടന്റ് ആണ്. പൊളിറ്റിക്കകത്ത് തന്നെ നമ്മൾ വീണ്ടും പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ നേരത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കൊല്ലം ഏതെങ്കിലും ഒരു ചോദ്യമുള്ളതാണ്. സോ ഫണ്ടമെന്റൽ റൈറ്റ് ഫുൾ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേറെ നിങ്ങൾക്ക് ഒരു എലിമിനേഷനോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫാക്ട് പഠിച്ചാൽ ഡയറക്റ്റ് കൊടുക്കാന്നാണ്. നമുക്കറിയാം ഇത് ആൻസർ എത്ര തന്നെ ആർട്ടിക്കിൾ 21 ആണ്. കാരണം ജസ്റ്റിസ് KS പുട്ടുസ്വാമി കേസ് 2017 KS പുട്ടുസ്വാമി കേസിനാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞായിരുന്നു. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 21. ഇതും പറഞ്ഞതാണ്. അപ്പം ഇത് 2024 എന്നിട്ട് ചോദിച്ചത്. സോ അത് നമുക്ക് ലക്ഷ്മിനാഥ് വായിക്കാൻ നേരത്തും അതിനകത്തും കിടപ്പുണ്ട്. ഇതൊക്കെ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 21 അടിയിലാണ് ഇത് വരുന്നതെന്നൊക്കെ. അതുപോലെ തന്നെ അടുത്തത് ഇപ്പം മോഡേൺ ഹിസ്റ്ററി എന്നൊരു ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ എലിമിനേഷനോ അല്ലെങ്കിൽ വേറെ ഒന്നും പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് എന്താണ് മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതിപ്പോ ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ പറ്റിയാണ്. സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഇത് ചിലപ്പം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ പറ്റി പഠിച്ച ഒരാൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാം. അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയുടെ ലാസ്റ്റ് ഭാഗമൊക്കെ നമുക്ക് കവർ ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇത് പെട്ടെന്ന് കിട്ടും. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് വേറെ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇയറും ഇത് ഇയർ അറിയാമെങ്കിൽ, അതുപോലെ തന്നെ ബാക്കിയുള്ളതിനെയും ഇയറൊക്കെ അറിയാമെങ്കിൽ അങ്ങനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എലിമിനേറ്റ് ചെയ്യാം. കാരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നാ വന്നേ, ക്രിസ്പ് പ്രപ്പോസൽ എന്നാ വന്നേ, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് എന്നാ വന്നേ, വേവൽ പ്ലാൻ എന്നാ വന്നേ, അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയർ നമ്മൾ ആ ക്രോണോളജിക്കൽ ഓർഡർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ചോദ്യം അറ്റൻഡ് ചെയ്യാന്നേ ഉള്ളൂ. സോ ഇത് നമുക്കറിയാം, ഇതിന്റെ ആൻസർ വരുന്നത് ക്രിപ്സ് പ്രപ്പോസൽ ആണ്. സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ 2025 ഇതിങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ എലിമിനേഷൻ സ്ട്രാറ്റജി ഒന്നുമില്ല. പക്ഷെ ഡയറക്റ്റ് നമുക്ക് ആ ഫാക്ട്സ് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതും വരും. അതിനുവേണ്ടി നമ്മൾ ബേസിക് ആയിട്ടുള്ള നോളജ് ഫാക്ട്സ് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അത് നമുക്ക് പഠിച്ചു വെക്കണം. പിന്നെ അതല്ല, നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റത്തുമില്ല അല്ലെ. അപ്പം അങ്ങനത്തെ കേസ് വരാൻ നേരത്ത് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡാറ്റ വെച്ച് നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഹിറ്റിന്റെ മൂവ്മെന്റിനെ പറ്റി അറിയത്തില്ല, അല്ലെങ്കിൽ ക്രിസ് പ്രപ്പോസലിനെ പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. കാരണം അത് ആ സമയത്തൊന്നുമല്ല, വേറെ 1928 വന്നത്, ക്വിറ്റ് മൂവ്മെന്റ് 1942 വന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേവൽ പ്ലാൻ, അതുപോലെ അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇപ്പം നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇനി അടുത്തതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു, അതായത് എന്ത് ചെയ്യണം, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞാണ് PYQ അനലൈസ് ചെയ്യാം അല്ലെ. സിലബസ് കവർ ചെയ്തു, പിന്നെ നമ്മൾ എന്ത് റിവൈസ് നോട്ട് ഉണ്ടാക്കുന്ന ഏതിനെ ബേസ് ചെയ്യണം, PYQനെ ബേസ് ചെയ്താൽ. എന്തുകൊണ്ട് PYQ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ PYQ പഠിക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഇത് നോക്കി അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. അതായത് ഈ 3 ക്വസ്റ്റ്യൻ, ഒന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ലോഞ്ച് ഇൻ റെസ്പോൺസ് ടു നമ്മൾ നേരത്തെ പോലെ ക്രിസ്പ് പ്രപ്പോസൽ 2013. അടുത്ത നോക്കി, വിത്ത് റെഫറൻസ് ടു 8th August 1942 ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. 2021 ചോദിച്ചാണ്. ഇതിന്റെ ആൻസർ ഏതാ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് റെസൊല്യൂഷൻ വാസ് അഡോപ്റ്റഡ് ബൈ AICC. അപ്പം ഇനി അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓഫ് 1942. 2011 ചോദിച്ചാണ്. സോ ഇതിനകത്ത് ചോദിച്ചാണ് നോട്ട് ട്രൂ ആണ്. അപ്പം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യണം, UPSCനെ ബേസ് ചെയ്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ് ഫോർ UPSC. സോ എന്ത് ചെയ്യണം, നമ്മൾ അതിനെപ്പറ്റിയുള്ള ബാക്കി ഡാറ്റാസ് നമ്മൾ ചോദിച്ചതിന് മാത്രം ആൻസർ പഠിച്ചിട്ട് പോയാൽ പോരാ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു. ഇപ്പൊ 2011 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആദ്യം നോക്കിയെങ്കിൽ നോട്ട് ട്രൂ എന്നുള്ളത് കണ്ടു. നിങ്ങൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനകത്ത് ഇതിനകത്ത് ആൻസർ ഏതാ, കാരണം B ആണ് ആൻസർ. ഇറ്റ് വാസ് ലെഡ് ബൈ മഹാത്മാഗാന്ധി ആണോ, അല്ല. കാരണം മഹാത്മാഗാന്ധിനൊക്കെ ഇത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇത് പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ പിടിച്ച് മിക്ക ലീഡേഴ്സിനെ പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട്. സോ ബാക്കിയുള്ള ആൾക്കാരാണ് ഇത് ലെഡ് ചെയ്തത്. സോ ഇറ്റ് വാസ് എ നോൺ വയലന്റ് മൂവ്മെന്റ്. ഇത് എന്താണ്,
ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. അതായത് ഇതിനകത്ത് ചോദിച്ചാണ് നോട്ട് ട്രൂ, കറക്റ്റ് അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചാണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ക്വസ്റ്റിന്റെ സമയത്ത്. സോ ഇറ്റ് വാസ് എ നോൺ വയലന്റ് മൂവ്മെന്റ്, ഇറ്റ് വാസ് എ സ്പോണ്ടേനിയസ് മൂവ്മെന്റ്, ഇറ്റ് ഡിഡ് നോട്ട് അട്രാക്ട് ദ ലേബർ ക്ലാസ് ഇൻ ജനറൽ. ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് എന്ത് ചെയ്യണം? അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ പറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം, അതിന്റെ ഇയർ പഠിച്ചു വെക്കണം, അത് എപ്പോഴാണ് വന്നതെന്നുള്ളത് പഠിക്കണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി പഠിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. ഇത് പഠിക്കേണ്ടാത്തത് എവിടെയാന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളൊരു PYQ എടുക്കാൻ നേരത്ത് അതിനകത്ത് കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ കറണ്ട് അഫയേഴ്സ്, ഇപ്പം ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തന്ന. സോ ഈ ക്വസ്റ്റ്യൻ വരുന്നത് 2025 ചോദിച്ചാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് Majorana 1 chip will enable quantum computing. Majorana 1 chip has been introduced by Amazon Web Service. Deep learning is a subset of machine learning. ഇതിനകത്ത് ഈ Majorana 1 എന്ന് പറയുന്ന ഈ ചിപ്പിനെ പറ്റിയുള്ള ചോദ്യം പ്യുവർലി കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്. കാരണം ഈ സമയത്ത് ഇത് ഈ എക്സാമിന് മുന്നേ ആ ഇയറിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. സോ ഈ ഒരു ചിപ്പിനെ പറ്റിയുള്ള നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു നോക്കുക. കൂടുതൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകണ്ട. കാരണം ഇത് നെക്സ്റ്റ് ഇയറിൽ ഈ Majorana 1 ചിപ്പിനെ പറ്റി തന്നെ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം എന്താ, ഇത് 2025 കറണ്ട് അഫയേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം അത് 2025 എടുത്തു വരില്ല, 2026 കറണ്ട് അഫയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടോപ്പിക്ക് നമുക്ക് വേണമെങ്കിൽ PYQ നമുക്ക് ഒഴിവാക്കാം. അപ്പം അത് നമുക്ക് അതിന്റെ വേറെ സെപ്പറേറ്റ് നിങ്ങൾ ഈ Majorana 1 പറ്റി നിങ്ങൾ ഇനി നോട്ട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെക്കുക, അത്ര കഴിഞ്ഞ് എന്നിട്ട് അത് മൂവ് ഓൺ ചെയ്യാം. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഇതുപോലെ നമ്മളിപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്, ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ എന്താണ് വീണ്ടും വീണ്ടും ചോദിക്കാവുന്ന സാധനങ്ങളാണ്. അതായത് അത് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ അടുത്ത് PYQ അനലൈസ് ചെയ്യുന്നിടത്ത് നമുക്ക് അടുത്ത് കിട്ടുന്നതാണ് അടുത്ത റൗളറ്റ് സത്യാഗ്രഹത്തിനെ പറ്റി 2015 ചോദിച്ചു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് വീണ്ടും 2012 റൗളറ്റ് ആക്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് സെയിം സാധനം തന്നെ പല രീതിയിൽ പല ഡിഫറെന്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ PYQ വരുന്നുണ്ട്. അതുകൊണ്ടാണ് PYQ നമ്മൾ അനലൈസ് ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മൾ പഠിക്കണം. ഇനി ഞങ്ങൾക്ക് അടുത്ത് പറയാനുള്ളത് ഇനിയിപ്പോൾ ജോഗ്രഫിയുടെ ഒരു ടൈം എടുക്കുവാണ്. അതായത് ജനുവരി നോർത്ത് ഹെമിസ്ഫിയർ ഐസോതെം ബെൻഡ്. ഇതിനകത്ത് ഇവിടെ ചോദിക്കുന്ന ഈ ഐസോതെമിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിച്ചാണ്. ഐസോതെമിനെ പറ്റിയുള്ള ചോദ്യം വന്നു. ഇനി അടുത്തത് അതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഐസോതെമിന് അതിന്റെ കാര്യങ്ങൾ വരും. ഇതേ സെയിം ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഐസോതെം 2024 ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 2025 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് 2024 ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐസോതെമിനെ പറ്റി. ദ ഐസോതെം ഡീവിയേറ്റ് ടു ദ നോർത്ത് ഓവർ ദ ഓഷ്യൻ ആൻഡ് ടു ദ സൗത്ത് ഓവർ ദ കോണ്ടിനെന്റ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. ഇതാണ് 2024 ചോദ്യം. ഈ 2025 ചോദ്യത്തിലേക്ക് വന്നേ. ഇൻ ജാനുവരി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ ഐസോതെം ബെൻഡ് ഇക്വേറ്റർവേർഡ് വൈൽ ക്രോസിംഗ് ദ ലാൻഡ് മാസ് ആൻഡ് പോൾവേർഡ് വൈൽ ക്രോസിംഗ് ദ ഓഷ്യൻ. ഇവിടെ എന്താ ചോദിച്ചാണ്, സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്, ബട്ട് ഡിഫറെന്റ് രീതിയിൽ അവർ ഫ്രെയിം ചെയ്തേക്കണേ. അപ്പൊ നിങ്ങൾ ഐസോതെമിനെ പറ്റി പഠിക്കണം. ആ ഒരു ജനുവരി മന്തിലോ അല്ലെങ്കിൽ സമ്മർ മന്തിലോ അല്ലെങ്കിൽ വിന്റർ സോൾസ്റ്റിസിൽ അതെന്താ നടക്കണേന്നോട് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്താൽ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഐസോതെം എങ്ങോട്ട് ബെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു, ഇക്വേറ്റർ വാർഡിലേക്ക് ബെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയർ വരാൻ നേരത്ത് മേളിലാണ് വരുന്നത്, ആൻഡ് ഇത് സദേൺ ഹെമിസ്ഫിയർ. സോ ഇക്വേറ്ററിലേക്ക് ബെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, സൗത്തിലേക്ക് ബെൻഡ് ചെയ്യാന്ന് ഉദ്ദേശിച്ചാണ് അല്ലേ. ഐസോതെം ഇക്വേറ്റർ വാർഡിലേക്ക് ബെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ലാൻഡ് മാസിന്റെ മേളിൽ സൗത്തിലേക്ക് ബെൻഡ് ചെയ്യാന്നാണ് ഈ ക്വസ്റ്റിനകത്ത് വരുന്നത്. ഈ സെയിം സ്റ്റേറ്റ്മെന്റ് 2024 ഇട്ടാണ്. ഐസോതെം ഡിവൈഡ് ടു ദ നോർത്ത് ഓവർ ദ ഓഷ്യൻ ആൻഡ് സൗത്ത് ഓവർ ദ കോണ്ടിനെന്റ്. സൗത്ത് ഓവർ ദ കോണ്ടിനെന്റ് എന്ന് പറഞ്ഞ സെയിം സ്റ്റേറ്റ്മെന്റ് അവർ ഫ്രെയിം ചെയ്തേക്കണ വേറെ രീതിയിലാണേ ഉള്ളൂ. ബെൻഡ് ഇക്വേറ്റർ വാർഡ് വൈൽ ക്രോസിംഗ് ദ ലാൻഡ് മാസ് എന്നാക്കി. അപ്പം ഈ ഒരു രീതിയിൽ അവർ ഡിഫറെന്റ് ആയിട്ട് ഫ്രെയിം ചെയ്യുന്നേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ആണ് 2024 2025 ചോദിച്ച ഐസോതെമിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്. അതും സെയിം ഡേറ്റും സെയിം ആണ്, ജനുവരി നേരത്തെ തന്നെ. അപ്പം ഇത് 2024 ചോദിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഐസോതെം എന്ന് പറഞ്ഞ തേം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡീവിയേഷൻ എങ്ങനെയാന്ന്, നോർത്തിലേക്ക് ഓഷ്യന്റെ അവിടെ നോർത്തിലേക്ക് എന്തുകൊണ്ട് ഡീവിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സൗത്തിലേക്ക് എന്തുകൊണ്ട് ഡീവിയേറ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. 24 നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ നിങ്ങൾക്ക് അത് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 24 കണ്ടപ്പോഴാണ് നിങ്ങൾ റിവൈസ് ചെയ്ത് നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും. 25 അത് സെയിം സാധനം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് കുത്താം, ആൻസർ കൊടുക്കാം. കാരണം അതിന്റെ റീസണും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഇതുകൊണ്ടാണ് PYQ നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ PYQനകത്ത് കയറി വരും. അതിപ്പോൾ ജോഗ്രഫി ആയിക്കോട്ടെ,
പൊളിറ്റി ആയിക്കോട്ടെ, ഏതിനകത്തും നമുക്ക് ഇതുപോലത്തെ ടോപ്പിക്സ് ഒക്കെ കയറി വരാൻ നേരത്ത് ഇത് നമുക്ക് കളയാൻ പാടില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കളയാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിനകത്തൊക്കെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ. ഇതെല്ലാവരും സ്കോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് ഒഴിവാക്കി വിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് PYQ അനലൈസ് ചെയ്യണം നമ്മൾ പറയുന്നത്. ആൻഡ് ഇൻ ജനുവരി ദ എയർ ഓവർ ദ ഓഷ്യൻ ഈസ് വാമർ ദൻ ദാറ്റ് ഓവർ ദ ലാൻഡ് മാസ് ഇൻ ദ നോർത്ത് ഹെമിസ്ഫിയർ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഇല്ലേ എന്നുള്ളതനുസരിച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതാണ് റിവിഷന്റെ ഇമ്പോർട്ടൻസ് വെച്ചാണ് ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അതായത് ഇത് എടുത്തേക്കണം. അതുകൊണ്ടാണ് റിവിഷനും അതുപോലെ തന്നെ PYQ നിങ്ങൾ PYQ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. PYQ പഠിക്കാൻ നേരത്ത് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യണം. ഇതിപ്പോൾ ഐസോതേമിനെ പറ്റി ചോദിച്ചു, ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അതിന്റെ ഓപ്ഷൻ എ ആന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ എന്തൊക്കെ എടുക്കണം, ഇതിനകത്ത് എന്തൊക്കെയാണ് ചോദിച്ചാണ്, ഐസോതേമിനെ പറ്റിയാണ് ചോദിച്ചാണ്, അത് ഐസോതേമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഇതിനകത്ത് ചോദിക്കാത്ത വേറെ ഐസോതേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളും ടെസ്റ്റിനകത്തുണ്ടെങ്കിൽ, നമ്മുടെ NCERT-കകത്തുണ്ടെങ്കിൽ അതെല്ലാം പഠിച്ചു വെക്കണം. എന്തുകൊണ്ട് ബെൻഡ് ചെയ്യുന്നു, എങ്ങനെ ബെൻഡ് ചെയ്യുന്നു, അവിടെ നോർത്ത് ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് പോകുന്നത്, അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഇത് എങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്, ഈ കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വേറെ ഓപ്ഷനകത്ത് വേറെ നിങ്ങൾക്ക് വേറെ പഠിക്കാനൊന്നുമില്ല. ബട്ട് എന്താ പറയണേ, നിങ്ങൾക്കിപ്പം ഈ ഒരു റൗലറ്റ് ആക്ടിന്റെ ഈ 2012 ക്വസ്റ്റ്യൻ ഇല്ലേ, ഇവിടെ റൗലറ്റ് ആക്ടിനെ പറ്റിയാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ റൗലറ്റ് ആക്ടിനെ പറ്റി പഠിക്കണം. ഓക്കെ, അത് പഠിച്ചു. ഇനി അടുത്ത എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ബാക്കി വേറെ ടോപ്പിക് ഏതെങ്കിലും വന്നിട്ടില്ലേ, അതായത് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മുടെ ഇതിനകത്ത് ഓപ്ഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് ദ ഖിലാഫത്ത് മൂവ്മെന്റ്, ഇത് ഓപ്ഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇമ്പോസിഷൻ ഓഫ് റെസ്ട്രിക്ഷൻ ഓഫ് ഫ്രീഡം ഓഫ് പ്രസ്, ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്ഷനകത്ത് ഇവര് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് എന്താണെന്നും അതും പഠിച്ചു വെക്കണം. ഓക്കെ, ഇതിന്റെ റൗലറ്റ് ആക്ടിന്റെ ഓപ്ഷൻസ് മാത്രം, അതിന്റെ ആൻസർ മാത്രം പഠിച്ചാൽ പോലെ. ഇതുപോലെ നമ്മുടെ ഓപ്ഷനകത്തുനിന്ന് നമുക്ക് വേറെ അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ടോപ്പിക്കിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കവർ ചെയ്ത് വെക്കണം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ PYQ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പം ഖിലാഫത്ത് മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, UPSCക്ക് ഇമ്പോർട്ടന്റ്. നമ്മളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഓപ്ഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അത് ചിലപ്പം അടുത്ത കൊല്ലം അതൊരു ക്വസ്റ്റ്യൻ ആകാം. ഓക്കെ, സോ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഫ്രീഡം ഓഫ് പ്രസ്, അതിന്റെ റെസ്ട്രിക്ഷൻ എന്തൊക്കെയാണ് വന്നതെന്നുള്ളതും അതിന്റെ ആക്ട്സും വെർണാക്കുലർ പ്രസ് ആക്ട് അങ്ങനത്തെ വരുന്ന ആക്ടിനെ പറ്റിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതും പഠിച്ചു വെക്കണം. അല്ലാണ്ട് ജസ്റ്റ് റൗലറ്റ് ആക്ട് മാത്രം കവർ ചെയ്താൽ പോരാ, എന്ത് ചെയ്യണം, ഓപ്ഷൻസും നിങ്ങൾ കവർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ നേരത്തെ ഇതിനകത്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനകത്ത് ഇതിനു മുന്നേ ഇത് ചോദിച്ച സമയത്ത് ഇതിനകത്താണെങ്കിൽ എന്ത് ചെയ്യണം, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്താണെന്ന് പഠിക്കണം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് അതിനെപ്പറ്റി പഠിക്കണം, വേവൽ പ്ലാൻ ഇതിനെപ്പറ്റി പഠിക്കണം. കാരണം ചോദിച്ചിട്ടുണ്ട് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ. പിന്നെ അല്ലെങ്കിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇത് 2013 ചോദിച്ചെങ്കിൽ വീണ്ടും വന്ന 15-17 ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവര്. നിങ്ങൾ PYQ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് PYQ-നകത്ത്. സോ അത് ഈ ഓപ്ഷനും പഠിക്കണം. ഇങ്ങനെ ഓപ്ഷൻസ് വരാൻ നേരത്ത് ഈ ഓപ്ഷൻസ് ഒക്കെ UPSCക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അവർ ഇതിനകത്ത് ഇട്ട് തന്നെയാണ്. സോ ആ ഓപ്ഷൻസും ഇങ്ങനത്തെ ടോപ്പിക്സിന്റെ ഒക്കെ ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് പഠിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകാവുള്ളൂ PYQ ചെയ്യാൻ നേരത്ത്. ഓക്കെ, ഇനി ഇതാണ് PYQ അനലൈസിനെ പറ്റി പറയാനുള്ളത്, അത് എന്തുകൊണ്ട് PYQ ചെയ്യുന്നുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, മര്യാദയ്ക്ക് നിങ്ങളൊരു റെഗുലർ ആയിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാം, ന്യൂസ് പേപ്പർ വെച്ച് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുക. സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാൻ നേരത്ത് നമ്മുടെ സിലബസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏതൊക്കെയാണ് നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കണേ, അല്ലെങ്കിൽ ഏതൊക്കെ ന്യൂസാണ് ആവശ്യമുള്ളതെന്നുള്ളത്. അല്ലാണ്ട് ന്യൂസ് പേപ്പറുള്ള സകല ടോപ്പിക്ക് എടുത്ത് നമുക്ക് ന്യൂസിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ വേറെ ആലോചിച്ചാൽ മതി, നെഗറ്റീവ് ന്യൂസ് അധികം UPSC അധികം ചോദിക്കാറില്ല. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് അധികം വരാറില്ല, കൂടുതലും പോസിറ്റീവ് ന്യൂസ് ആണ് വരുന്നത്. നെഗറ്റീവ് ന്യൂസ് വരാം, ഇപ്പം വാറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് കാറ്റഗറിക്കകത്ത് ഇടാം. പക്ഷെ വാർ ആരൊക്കെ തമ്മിലാണെന്നൊന്നും ചോദിക്കാറൊന്നുമില്ല. ഇപ്പൊ യുക്രൈൻ റഷ്യ വാർ വന്ന സമയത്ത് എന്തുകൊണ്ട് റഷ്യ യുക്രൈനെ അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് യുക്രൈൻ റഷ്യ വാർ നടക്കുന്നു, അതിന്റെ ഇഷ്യൂസ് ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുന്നത് എന്താ, അവിടുത്തെ ജോഗ്രഫി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അതിന് ചുറ്റും കിടക്കുന്ന ബ്ലാക്ക് സീ അല്ലെങ്കിൽ ബാൾട്ടിക് സീ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലുള്ള ജോഗ്രഫിക്കൽ ടേംസ് ചോദിക്കും. അപ്പം അങ്ങനെയാണ് ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സ് നോക്കേണ്ടത്. ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഇപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്തും ഇത് ഈ സെയിം തന്നെ. അതായത് എന്തുകൊണ്ട് ഇത് തമ്മിൽ യുദ്ധം നടന്നു, ആരാണ് ആദ്യം അറ്റാക്ക് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇതൊന്നും ചോദിക്കത്തില്ല. ബാക്കി ചോദിക്കുന്ന എന്താണ്, അവിടുത്തെ ചുറ്റുമുള്ള ഏരിയ, പ്ലേസസ് ന്യൂസ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നെഗറ്റീവ്
ചോദിക്കുന്നത് പ്യുവർ നെഗറ്റീവ് ആയിട്ട് ചോദിക്കത്തില്ല, കുറച്ചുകൂടി പോസിറ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂട്രൽ സ്റ്റാൻസിലേ ഉള്ളൂ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മന്ത്ലി മാഗസീൻസ് കിട്ടുന്നതോ അല്ലെങ്കിൽ വീക്ക്ലി മാഗസീൻ കിട്ടുന്നതോ നിങ്ങളത് പഠിച്ചു വെക്കുക, അത് കവർ ചെയ്യുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. റിവിഷൻ ഇതിനകത്തും മസ്റ്റാണ്. ഇനി ന്യൂസ് പേപ്പറിനകത്ത് നിന്ന് നമുക്ക് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റണം, ലിങ്ക് ചെയ്യാൻ പറ്റണം നമ്മുടെ ടോപ്പിക്സുമായിട്ട്, സിലബസുമായിട്ട് ഇത് ലിങ്ക് ചെയ്യണം. ഓക്കെ, ഇപ്പം മണി ബില്ലിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ നിങ്ങൾ കണ്ടു ന്യൂസ് പേപ്പറിനകത്ത്. സോ എന്ത് ചെയ്യണം, നേരെ പൊളിറ്റി എടുക്കുക. പൊളിറ്റി നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഏതാണോ, ലക്ഷ്മികാന്താണോ അല്ലെങ്കിൽ NCERT ആണോ ഏതാണ് എടുക്കണേ, അതെടുത്തിട്ട് എങ്ങോട്ട് പോവാ, അവിടെ ന്യൂസ് പേപ്പറിനകത്ത് മണി ബില്ലിനകത്ത് പറ്റി പറഞ്ഞേക്കണം ആ ഒരു ഇൻസ്റ്റൻസ് എന്താണെന്നുള്ളത്. നമുക്കിപ്പം ന്യൂസ് നിങ്ങൾ ഓർത്ത് വെക്കാൻ നേരത്ത് നമുക്ക് കുറച്ചുകൂടി ഈ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് കാണുമ്പം നമുക്ക് കുറച്ചുകൂടി ഒരു മെമ്മറി നമ്മളെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നമ്മൾക്കിപ്പം നിങ്ങളൊരു വീഡിയോ കാണുവാണ്, ന്യൂസ് പേപ്പറിന്റെ ഒരു ആർട്ടിക്കിൾ, ഇപ്പോൾ ഒരാളെ പിടിച്ച് പുറത്താക്കി അല്ലെങ്കിൽ ഒരു സമരം നടന്നു, അങ്ങനത്തെയൊക്കെ വീഡിയോ കാണാൻ നേരത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും മനസ്സിൽ വരാം, ഇതിങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, ഈ ഒരു സംഭവം നടന്നതാണല്ലോ, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ റിലേഷൻ നിങ്ങൾ ഈ നമ്മുടെ പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് പിന്നെയും എക്സാം ഹാളിൽ നമുക്ക് വെച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഇത് പോസിബിൾ ആണല്ലോ, ഇത് നേരത്തെ ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തപ്പോൾ തിരിച്ച് ഇങ്ങനെയാണോ പ്രതികരിച്ചത്, അല്ലെങ്കിൽ തിരിച്ച് ഇന്ന ആക്ഷൻ ആണല്ലോ എടുത്താണ്, അപ്പം ഈ ആക്ഷൻ എടുക്കുക എന്നുള്ളത് പോസിബിൾ ആണല്ലോ, അത് നമുക്ക് ചിന്തയിലേക്ക് വരും. സോ നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ ഹെഡിങ്ങും അതും നമ്മുടെ പൊളിറ്റിക്കകത്ത് മണി ബില്ലിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു, ഇപ്പം ഈ ഇടയ്ക്ക് മറ്റേ നമുക്കറിയാം സ്പീക്കറിനെതിരെ ഇത് വന്നായിരുന്നു, പ്രമേയം പാസ്സാക്കിയായിരുന്നു അല്ലെ. അപ്പം അതിന്റെ ആ ഒരു വരുന്ന കാര്യങ്ങൾ, അപ്പം അത് കഴിഞ്ഞിട്ട് സ്പീക്കർ എന്താ ചെയ്തത്, ഇതൊക്കെ ന്യൂസ് പേപ്പറിനകത്ത് വരാൻ നേരത്ത് അതൊക്കെ നമ്മുടെ തലയിൽ നിൽക്കാൻ നേരത്ത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പൊളിറ്റിക്കൽ ടെസ്റ്റ് എടുത്തിട്ട് സ്പീക്കറിനെ പറ്റി പഠിക്കുക, അതിന്റെ കാര്യങ്ങൾ പഠിക്കുക, അതിന്റെ റിമൂവൽ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അങ്ങനെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, നമ്മുടെ സിലബസുമായിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കണം. പ്യുവർ കറണ്ട് അഫയേഴ്സ് വേറൊരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കണ്ട, എന്ത് ചെയ്യുക, ഓൾറെഡി പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് തന്നെ ലിങ്ക് ചെയ്യാൻ നോക്കുക. ആ കറണ്ട് അഫയേഴ്സ് ഏത് ടോപ്പിക്കാണെന്ന് ചോദിച്ചാൽ അത് കൂടുതൽ എക്സ്ട്രാ റിവൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി കുറച്ച് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നതാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ എൻവയോൺമെന്റ് ടോപ്പിക് നമുക്ക് ഇമ്പോർട്ടൻ്റ് അറിയാം. സോ COP നടക്കുന്നതും ഈ UNFCCC ഒക്കെ നടക്കുന്നതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് 2025 ചോദിച്ചാണ്. അതിന് മുന്നേ നടന്ന ഇയറിൽ COP 22 എന്തൊക്കെയാണ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഓരോ COPയിൽ ചിലപ്പം കുറച്ച് പ്രൊമിനന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ആ സമയത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത് മാക്സിമം ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടന്റ് ഒക്കെ കാണും. അപ്പം അതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ സിലബസുമായിട്ട്. സോ ഇവിടെ എന്താണ് ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഇതിനകത്ത് നിന്ന് ഇന്ത്യ റിഫറൈൻ ചെയ്ത് തന്നു. അപ്പം അതിന്റെ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ എന്ത് ചെയ്തു, ക്വസ്റ്റിനകത്ത് വന്നു. അപ്പം അതിനെപ്പറ്റി നമുക്ക് ആ ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ആൻഡ് ഹെൽത്ത് അതെന്താ ഉദ്ദേശിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെ എന്തുകൊണ്ട് ഇന്ത്യ അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് റിഫറൈൻ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതാണ്, നമുക്ക് നോട്ട് ഉണ്ടാക്കി വെക്കേണ്ടതാണ്. സോ അങ്ങനെ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരാൻ നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത സ്കീംസ് പഠിക്കുന്നത്, നമുക്ക് സ്കീംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഗവൺമെന്റ് സ്കീംസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഒരു ഗവൺമെന്റ് സ്കീംസ് പഠിക്കാൻ നേരത്ത് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് ഇതിനകത്ത് നോക്കി, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നോക്കി, സ്കീം ഗ്യാരണ്ടീസ് എ മിനിമം പാക്കേജ് ഓഫ് ആന്റിനെറ്റൽ കെയർ സർവീസ് ടു വുമൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ആ ഒരു പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ, ഈ ഒരു സ്കീമിനെ പറ്റി പഠിക്കാൻ നേരത്ത് സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഓരോ സ്കീമിനെ പറ്റി പഠിക്കാൻ നേരത്ത് അതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്തിനാണ് ആ സ്കീം കൊണ്ടുവന്നത്, അത് നിങ്ങൾ പഠിക്കുക. പിന്നെ ആ സ്കീം എങ്ങനെയാണ് നടത്തുന്നത്, അതിന്റെ റണ്ണിങ് എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ് റണ്ണിങ്, ആ കാര്യങ്ങൾ പഠിക്കുക. എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ എന്താണ്, ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ പഠിക്കുക. ഇംപ്ലിമെന്റേഷൻ പഠിക്കാൻ നേരത്ത് ഏത് മിനിസ്ട്രിയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയാണ് ഇത് കൊണ്ടുവന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മിനിസ്ട്രിയും ചോദിക്കണം. അത് ചിലപ്പോൾ ഇപ്പൊ ഇതിനകത്ത് ചോദിച്ചിട്ടില്ല, പക്ഷെ വേറെ പല ചോദ്യത്തിനകത്തും എന്താണ് മിനിസ്ട്രീനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് പഠിക്കുക, മിനിസ്ട്രി പഠിക്കുക, പിന്നെ എന്ത് ചെയ്യുക, അടുത്ത് ആ സ്കീം വന്ന ഇയർ, അല്ലെങ്കിൽ എന്ന് വരെയാണ് അതിന്റെ ഇയർ, അതൊക്കെ പഠിക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം ഫസ്റ്റ് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. അതിന്റെ ഒബ്ജക്റ്റീവ് പഠിക്കുക, ഫസ്റ്റ് മിനിസ്ട്രി പഠിക്കണം കേട്ടോ, മിനിസ്ട്രിയും പഠിക്കണേ, ഒബ്ജക്റ്റീവ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് മിനിസ്ട്രി പഠിക്കുക, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണേ, അതിന്റെ റണ്ണിങ് എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തേക്കണേ, അതിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, ആർക്കാണ് അഡ്വാൻറ്റേജ് കിട്ടണേ, ആർക്കാണ് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതാർക്കാണ്, അപ്പം അതൊക്കെ എന്തൊക്കെയാണ് പഠിച്ചു വെക്കുക.
ഇനി അടുത്ത ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്. അതായത് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ് ഓഫ് യുനെസ്കോ. ഇതിനെപ്പറ്റി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം. അപ്പം ആ ഇയറിൽ 2024 ചോദിച്ചാണ്. സോ അതിന് മുന്നത്തെ ഇയറിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണ് ഇൻക്ലൂഡ് ചെയ്തതെന്നാണ് അവർ ചോദിച്ചാണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗർഭ ഡാൻസ് ആണ്. സോ അത് 2024 വെച്ച് ബേസ് ചെയ്യുന്നത് അന്നത്തെ ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇനി നമ്മൾ നോക്കാൻ നേരത്ത് എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് നോക്കാൻ നേരത്ത് ഇത് പറയണം. അടുത്ത ഇനി 24 കഴിഞ്ഞിട്ട് ഇനി ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ വരുന്നത്. അപ്പം ഇതിനകത്ത് ചാഹു ഡാൻസ് ഇത് വന്നത് 2010 അടുത്ത ദുർഗാപൂജ ഇത് ഇൻക്ലൂഡ് ചെയ്ത് 2021 കുംഭമേള ഇത് ഇൻക്ലൂഡ് ചെയ്ത് 2017 ആണ്. ചോദിച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്താണ്. 2024 ചോദിച്ചെന്ന് പറയുന്നത് ഗർഭ ഡാൻസ് 2023 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇവർ ചോദിച്ചാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കുംഭമേള അല്ലെങ്കിൽ ദുർഗാപൂജ ചാഹു ഡാൻസ് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് അറിയാവുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. ഗർഭ ഡാൻസിലേക്ക് നമുക്ക് എത്താം. അപ്പം ഇങ്ങനെ ചോദിക്കുന്ന യുനെസ്കോയുടെ ലിസ്റ്റിനകത്ത് വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം പുതിയ നാഷണൽ പാർക്ക്, ഇപ്പം എൻവയൺമെന്റ് കേസിലാണെങ്കിൽ പോലും പുതിയ നാഷണൽ പാർക്ക് വരുന്നതും അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊക്കെ എന്താണ് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്. കറണ്ട് അഫയേഴ്സിനകത്ത് ഇത് വന്നു, അവർ ചോദിച്ചു. ഇങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അടുത്തത് 2025 തന്നെ വേറെ വന്ന ഇപ്പം UPI ഇതും കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഹൗ മെനി കൺട്രീസ് എമംഗ് ദ എബോവ് ആർ ദെയർ അതർ ദാൻ ഇന്ത്യ വേർ ഇന്റർനാഷണൽ മെർച്ചന്റ് പേയ്മെന്റ് ആർ അക്സെപ്റ്റഡ് അണ്ടർ UPI നെ പറ്റി ചോദിച്ചു. കാരണം ആ സമയത്ത് UPI പല രാജ്യങ്ങളുമായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. സോ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ UAE ഉണ്ട്, ഫ്രാൻസ് ഉണ്ടായിരുന്നു, സിംഗപ്പൂർ, ഈ 3 കൺട്രീസ് ആണ് ഉള്ളായിരുന്നു. ആൻഡ് only 3 ആണ് ആൻസർ. പിന്നെ നിങ്ങൾ ഇത് കറണ്ട് അഫയേഴ്സ്. ഇനി അടുത്ത ആക്സിയം ഫോറസ്പേസ് DX ഗഗയാൻ ഈ മെഷീനെ പറ്റി ചോദിച്ചു. ഇതും കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ അടുത്തത് PM സൂര്യഗർ മുഫ്തി ബിജ്ലി യോജന. ഇതും എന്താണ് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടാണ് ഇതും ചോദിച്ചാണ്. സ്കീമിനെ പറ്റിയാണ്. ആ ഒരു ഇയറിൽ അതിന് മുന്നത്തെ ഇയറിൽ പ്രൊമിനന്റ് ആയിട്ട് വന്ന സ്കീംസിനെ പറ്റി ചോദിച്ചാണ്. പിന്നെ നമുക്ക് ഒരു സ്കീം പഠിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് പഠിക്കണം. കാരണം അവർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 കോർ സോളാർ റൂഫ് ടോപ്പ് ആണ് അവരുടെ ഒബ്ജക്റ്റീവ് ആണ് അവർ പറഞ്ഞേക്കണേ. പിന്നെ ഏത് മിനിസ്ട്രി ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പഠിക്കാൻ പറഞ്ഞു. അതാണ് അവർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എയിംസ് ടു ഇമ്പാർട്ട് ട്രെയിനിങ് ഓൺ ഇൻസ്റ്റാളേഷൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എയിം ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇത് നടത്തുന്നവരാണ് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, അവരാണ് നടത്തുന്നത്. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇതിന്റെ എയിം എന്താണ്, ഇവർ നമ്മുടെ ഒബ്ജക്റ്റീവിനകത്ത് വരുന്നതാണ് എയിം, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന എങ്ങനെ രീതിയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. എയിം ടു ക്രിയേറ്റ് മോർ ദാൻ 3 lakhs സ്കിൽഡ് മാൻ പവർ ത്രൂ ഫ്രഷ് സ്കില്ലിംഗ് ആൻഡ് അപ് സ്കില്ലിംഗ് അണ്ടർ ദ സ്കീം കമ്പോണന്റ് കപ്പാസിറ്റി ബിൽഡിംഗ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഒരു സ്കീം പഠിക്കാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ മിനിസ്ട്രി ഏതാണെന്നുള്ളത്, അത് ഇംപ്ലിമെന്റ് ചെയ്ത ഇയർ ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ, അതിന്റെ എയിം ഇതെല്ലാം നിങ്ങൾ പഠിച്ചേ പോവുള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിനു വേണ്ടി. സോ നമുക്കത് അങ്ങനെ പഠിക്കാൻ നേരത്ത് നമ്മുടെ പ്രിലിംസിന് അത് ഡയറക്ട്ലി നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് എലിമിനേഷൻ ടെക്നിക്ക് നോക്കാം. അതായത് എല്ലാത്തിനകത്തും വർക്ക് ആവുന്നില്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എല്ലാം കാണാതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, അറിയാവുന്നത് വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത ബേസിക് ആയിട്ട് ഇപ്പൊ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാം. അതായത് ഇത് ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒന്നെങ്കിൽ എന്തായിരിക്കും, 2 സ്റ്റേറ്റ്മെന്റും ശരിയായിരിക്കും. ഇതിന്റെ ഓപ്ഷൻസ് നോക്കിയേ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ, പിന്നെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, ഡസ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1, അങ്ങനെ വെച്ചാൽ. പിന്നെ അടുത്ത എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് നോട്ട് കറക്റ്റ്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് നോട്ട് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്. ഇങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാന്നിടത്ത് നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി, 2 സ്റ്റേറ്റ്മെന്റും തെറ്റാകുന്ന ചാൻസ് ഇല്ല ഇവിടെ. ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റായിട്ട് ശരിയാവും, 2ഉം തെറ്റത്തില്ല അല്ലെ, 2ഉം റോങ് ആകത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റായിട്ട് ശരിയാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബേസിക് ആയിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ശരിയാക്കി എടുക്കണം. നമുക്കൊരു ബേസിക് നമ്മൾ പഠിച്ച ആ ഒരു നോളജ് ഒക്കെ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ നേരത്തെ നമുക്ക് കിട്ടും. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാക്കി എടുക്കുമെങ്കിൽ അത് വെച്ച് നമ്മൾ അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടെങ്കിൽ എന്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവുമോ അല്ലെങ്കിൽ തെറ്റാണോ, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യാം. ഇവിടെ ഇപ്പൊ 2ഉം ശരിയാണ് ആൻഡ് കറക്റ്റ് ആയിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് 1നെ. അതുകൊണ്ടാണ് ഓപ്ഷൻ ഞാൻ വരുന്നത്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലായിരുന്നോ, ജസ്റ്റ് 2ഉം ശരിയാണെന്ന് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഓപ്ഷൻ ബി കൊടുക്കണം ഇവിടെ. കാരണം ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഡസ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1നെ 2 എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഓപ്ഷൻ ബി കൊടുക്കണം. അതുകൊണ്ട്
ഇനി അതല്ല തെറ്റി വരുവാണെങ്കിൽ സി കൊടുക്കാം അല്ലെങ്കിൽ ഡി കൊടുക്കാം, അങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റിനകത്ത് രണ്ടും ശരിയായിട്ട് അല്ല, രണ്ടും തെറ്റിപ്പോകുന്ന ഓപ്ഷൻസ് വരാറില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് നിങ്ങൾക്കാണെങ്കിൽ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു ഇതിപ്പം റീസെന്റ് ആയിട്ട് അടുത്ത 2024-25 കാണിച്ച ടൈപ്പ് മോഡലാണ്. അതായത് 3 സ്റ്റേറ്റ്മെന്റ് വരും. ഓക്കെ, ഇപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻസ് എങ്ങനെയൊക്കെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് ആണെന്ന് പറയും. ബട്ട് ആൻഡ് ബോത്ത് ഓഫ് ദം എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1 എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞു. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് ബട്ട് ഓൺലി വൺ ഓഫ് ദം എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. ഇനി അടുത്ത സി എന്താ? ഓൺലി വൺ സ്റ്റേറ്റ്മെന്റ് 2 and 3 ഈസ് കറക്റ്റ് ആൻഡ് ദാറ്റ് എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. നെയ്തർ സ്റ്റേറ്റ്മെന്റ് 2 നോർ സ്റ്റേറ്റ്മെന്റ് 3 ഈസ് കറക്റ്റ്. അപ്പൊ നിങ്ങൾ ഈ ഓപ്ഷൻസ് വായിച്ചാൽ എല്ലാത്തിനും മനസ്സിലാവുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഒരിക്കലും റോങ് ആണ് എവിടെയും പറയുന്നില്ല. ഈ ഓപ്ഷനകത്ത് ഫുൾ ഓപ്ഷൻ എടുക്കാൻ നേരത്ത് എന്താണ് സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണെന്ന് പറയുന്നില്ല. ആകെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം വേണമെങ്കിൽ റോങ് ആകാം, ബട്ട് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് ഈ ടൈപ്പ് ക്വസ്റ്റിനകത്ത് റോങ് ആണെന്ന് പറയുന്നേ ഇല്ല. സോ എന്ത് ചെയ്യണം? നമ്മൾ കൺസിഡർ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് 1 എപ്പോഴും ശരിയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തെടുക്കുക. സോ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന ടൈപ്പ് ശരിയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ഇനി അടുത്തത് ഓക്കെ, നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാന്നുള്ള ഒരു ഓപ്ഷനേ അതിനകത്തില്ല. അപ്പൊ അങ്ങനെ വരാൻ നേരത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയായിട്ട് നിങ്ങൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി അത് ശരിയായെന്ന് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, എന്നാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അടുത്ത 20th COP, ഇന്ത്യ റിഫ്രെയിൻ ഫ്രം ദ സൈനിങ് ദ ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ആൻഡ് ഹെൽത്ത്. ഇന്ത്യ റിഫ്രെയിൻ ചെയ്തു. അത് സ്റ്റേറ്റ്മെന്റ് 1 അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ ശരിയാക്കി എടുത്തു. കാരണം അത് തെറ്റാന്ന് ഓരോ ഓപ്ഷനകത്തും ഇല്ല. സോ നമ്മളത് ശരിയാക്കി എടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ശരിയാക്കി എടുത്തു. എന്നിട്ട് അത് ശരിയാന്നുള്ള രീതിയിൽ ഇന്ത്യ അതിനകത്ത് നിന്ന് റിഫ്രെയിൻ ചെയ്തു എന്നുള്ള ഐഡിയ വെച്ച് തന്നെ നമ്മൾ 2ഉം 3ഉം വായിച്ചു നോക്കണം. ഇനി 2 എന്താണ്? The COP22 declaration on climate and health is binding declaration and if signed it become mandatory to decarbonize health sector. സോ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു ബൈൻഡിങ് ഡിക്ലറേഷൻ ആണെന്ന് ഇവർ പറഞ്ഞാണ്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ബിക്കം മാൻഡേറ്ററി ടു ഡീകാർബണൈസ് ഹെൽത്ത് സെക്ടർ. ഹെൽത്ത് സെക്ടറിനെ എല്ലാത്തിനും ഡീകാർബണൈസ് ചെയ്യുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതാണ്. ബട്ട് ഇവിടെ ചെയ്തേക്കണം ഇറ്റ് ബിക്കം മാൻഡേറ്ററി ടു ഡീകാർബണൈസ് ഹെൽത്ത് സെക്ടർ. ഇതാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ തലയിൽ നിൽക്കണം. എന്ത് ചെയ്തു? ഇന്ത്യ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇനി അടുത്ത് ഇഫ് ഇന്ത്യസ് ഹെൽത്ത് സെക്ടർ ഈസ് ഡീകാർബണൈസ്ഡ് ദ റെസിലിയൻസ് ഓഫ് ഇറ്റ്സ് ഹെൽത്ത് കെയർ സിസ്റ്റം മേ ബി കോംപ്രമൈസ്ഡ്. ഓക്കെ, ഇപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നിയോ? അതായത് തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ നേരത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അതെന്താണ്? അത്ര എക്സ്ട്രീം അല്ല, എന്നാൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ അല്ലാണ്ട് പ്യുവർ ഫാക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ഡാറ്റ എടുത്ത് തരുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പറഞ്ഞത് ഡീകാർബണൈസ് ചെയ്യാൻ പോയെങ്കിൽ എന്താ പറ്റണേ? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ റെസിലിയൻസ് കോംപ്രമൈസ് ചെയ്യുമെന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മൾ ഫുൾ എടുത്ത് നോക്കാൻ നേരത്ത് നമുക്കറിയാം എന്താണ് ഹൈലി പക്ക നമ്മുടെ ഹൈലി ഡെവലപ്ഡ് അല്ല, നമ്മളിപ്പോഴും ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഇതിനകത്തേക്ക് നമ്മൾ ഈ ഡീകാർബണൈസിങ് ഇതുകൂടി മിഷനോട് കൊണ്ടുവരാൻ നേരത്ത് നമുക്ക് പല അഡ്വാൻറ്റേജ് നമുക്ക് പോകും. കുറച്ചുകൂടി ക്യാപിറ്റൽ എക്സ്പെൻസീവ് ആവും, ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. സോ സ്റ്റേറ്റ്മെന്റ് 3 നമുക്ക് ശരിയായിട്ട് എടുക്കാം അല്ലെ? ഇഫ് ഇന്ത്യസ് ഹെൽത്ത് സെക്ടർ ഈസ് ഡീകാർബണൈസ് ചെയ്യാൻ നേരത്ത് ദ റെസിലിയൻസ് ഓഫ് ഇറ്റ്സ് ഹെൽത്ത് കെയർ സിസ്റ്റം അത് കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം ഈ വാക്സിൻ ഒക്കെ സൂക്ഷിക്കാനും അല്ലെങ്കിൽ സ്റ്റോറേജ് കോൾഡ് സ്റ്റോറേജ് ഒക്കെ നമുക്ക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. അപ്പം അതില്ലാത്തൊരവസ്ഥ വരാൻ നേരത്തെ ഡീകാർബണൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് അതിനകത്തൊരു ചിലപ്പം കൂടുതൽ പൈസ വേണ്ടി വരും. ചിലപ്പം ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പം ഡീകാർബണൈസ് ചെയ്യുന്ന സമയത്ത് ബാക്കി നേരത്തെ നമ്മൾ ഒരു 5 കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാക്കിയ സമയത്ത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ക്യാപിറ്റൽ കുറച്ച് ഇന്റൻസീവ് ആയി. കാരണം ഡീകാർബണൈസ് ആണ് നമ്മുടെ പ്രൈമറി എയിം എന്ന് പറഞ്ഞ് നിൽക്കാൻ നേരത്തെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ റെസിലിയൻസ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുവാണ്. സോ സ്റ്റേറ്റ്മെന്റ് 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയായിട്ട് എടുക്കാം. സോ ഇനി നിങ്ങൾ അടുത്ത നോക്കി സ്റ്റേറ്റ്മെന്റ് 3 ശരിയായിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നമുക്ക് അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഈവൻ അല്ലെ? ഡീകാർബണൈസ് ചെയ്യുന്നത് അതിന്റെ റെസിലിയൻസ് കോംപ്രമൈസ് ആകാം. മേ ബി കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോംപ്രമൈസ് ആകാതിരിക്കാം, ആകുകയും ചെയ്യാം, അല്ലെങ്കിൽ ആകാതെ ഇരിക്കാം അല്ലെ? മേ ബി എന്നാണ്, ഡെഫിനറ്റ്ലി ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. മേ ബി കോംപ്രമൈസ്ഡ്. സോ അത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കുറച്ചുകൂടി ജനറൽ ആണ്, കുറച്ചുകൂടി ശരിയാവാൻ സാധ്യത കൂടുതലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് നമ്മൾ ശരിയായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡി കട്ട് ചെയ്ത് കളയാലോ. ദ സ്റ്റേറ്റ്മെന്റ് 2 3 ഈസ് കറക്റ്റ് അതെന്ന് പറയുന്നത് കട്ട് ചെയ്ത് കളയാം. കാരണം സ്റ്റേറ്റ്മെന്റ് 3 നമ്മൾ ശരിയായിട്ട് എടുത്തു. പിന്നെ only one of the 2 and 3 is correct and that explains statement 1. അത് നമുക്ക് പറയാം both statement 2 and 3 are correct but only ഇനി ബാക്കിയുള്ളതെല്ലാം കിടപ്പുണ്ട്.
ഇനി നമുക്കറിയുന്നത് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് നമ്മൾ തിരിച്ചു പോകണം. സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് നമ്മൾ വരാൻ നേരത്ത് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതിനകത്ത് അവർ കുറച്ചുകൂടി എന്താ പറയണേ, കുറച്ച് എക്സ്ട്രീം ആവുന്നുണ്ട്. അതായത് ഒന്ന് നിങ്ങൾ ആലോചിച്ച്, ഒരു COP22 ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അവർ ഡിക്ലെയർ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു പ്ലഡ്ജ് എടുക്കുന്ന പോലെയാണ്. അത് നമ്മൾ ഇത്ര കുറയ്ക്കും, അത് ഇന്നതൊക്കെ ചെയ്യാന്നുള്ളത് അല്ലെ. അല്ലാണ്ട് ആർക്കും അവരൊരു തീരുമാനം എടുത്ത് അതിനെ ഒരു കൺട്രിയുടെ മേൽ ബൈൻഡിങ് ആയിട്ട് കൊടുക്കില്ലല്ലോ. കാരണം അതപ്പം ഒരു കൺട്രിയുടെ സോവറിനിറ്റിനെ ബാധിക്കും. അപ്പൊ ചില കാര്യങ്ങളൊന്നും അത്ര ബൈൻഡിങ് ഡിക്ലറേഷൻ അല്ല. അപ്പം അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതായത് ഹെൽത്ത് ഈസ് എ ബൈൻഡിങ് ഡിക്ലറേഷൻ എന്നുള്ള പോയിന്റ് അത് വെച്ച് നമുക്ക് അത് തെറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാൻഡേറ്ററി ടു ഡീകാർബണൈസ് ഹെൽത്ത് സെക്ടർ, അപ്പം എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ്, റോങ് ആണെന്ന് പറയാം. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് 2 നമ്മൾ റോങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1ഉം 3 ആണ് ശരിയായിട്ടുള്ളൂ. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? only one of the statement 2 and 3 is correct and that explains statement 1. C ആണ് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഏതിനൊരെണ്ണം ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ എന്ത് ചെയ്യുക, ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്തത് ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ നേരത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം, ആക്സിയം 4 ഈസ് പാഡക്സ് ഗഗൻ. ഇതൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് മൈക്രോഗ്രാവിറ്റി ആണ് ചോദിച്ചാണ്. അപ്പൊ നമുക്കറിയാം ഇത് 4 നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇത് 3ഉം സ്പേസ് മിഷനായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് സ്പേസ് മിഷനകത്ത് മൈക്രോഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്പേസിലുള്ള നടക്കുന്ന റിസർച്ച് ആണ് മൈക്രോഗ്രാവിറ്റി റിസർച്ച് എന്ന് വെച്ചാൽ ഗ്രാവിറ്റി തീരെ കുറവുള്ള സ്ഥലം അല്ലെ സ്പേസിൽ. സോ ഈ സ്പേസ് മിഷൻ എല്ലാത്തിനകത്തും എന്താണ് ഈ മൈക്രോഗ്രാവിറ്റി റിസർച്ച് നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഓപ്ഷൻ എല്ലാത്തിനകത്ത് വരും, ഓൾ 3 വരും. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി കുറച്ച് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, നമുക്ക് വലിയ അറിവൊന്നുമില്ല, നമ്മുടെ ഈ എലിമിനേഷൻ നമുക്ക് നോക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 3യുടെ കാര്യം പറയുന്നത് ഒരു ജനറൽ ആയിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാന്ന് പറയും. ഇപ്പം എക്സ്ട്രീം ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വരുന്ന ഓൾ ഇട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് വരും, അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് ഒന്നും പറ്റത്തില്ല. ഓൾ എന്ന് പറയുമ്പം എല്ലാ സാധനവും ഇതുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാം ബേർഡ്സ് ഇതുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്, അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ നോ ഇട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നടക്കത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരാറുണ്ട്. സോ ഓള് നോയെ ഇങ്ങനെയൊക്കെ വരാൻ നേരത്തെ കുറച്ച് എക്സ്ട്രീമാണ്. ആ സംഭവം എല്ലായ്പ്പോഴും ഇത് ഓളും നോയും നിങ്ങൾക്ക് തെറ്റാന്ന് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തെറ്റാന്ന് നിങ്ങൾ എടുക്കരുത്. ചില സമയത്ത് അത് ശരിയാവാൻ സാധ്യതയുണ്ട്, കാരണം അത് നമുക്ക് നമ്മുടെ പഠിക്കുന്നതനുസരിച്ചിരിക്കും. അപ്പം ഇങ്ങനത്തെ ചില എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വരാൻ നേരത്ത് നമുക്കത് കട്ട് ചെയ്ത് കളയാം. അതിനകത്ത് നമുക്ക് ഇത്രയും എക്സ്ട്രീം വരത്തില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2025 ചോദിച്ചാണ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെന്ന് വിചാരിച്ചു. നിങ്ങൾ ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് വായിച്ചു നോക്കിയേ. വിത്ത് റെഫറൻസ് ടു ഡയറക്റ്റ് എയർ ക്യാപ്ചർ ആൻഡ് എമർജിംഗ് ടെക്നോളജി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? ഓക്കെ, ഇവർ തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് എയർ ക്യാപ്ചർ എന്ന് പറയുന്നത് എയറിനെ ഡയറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നു അല്ലേ, അത്രേ ഉള്ളൂ. ആൻഡ് എമർജിംഗ് ടെക്നോളജി ആണെന്ന് പറഞ്ഞു, പുതിയൊരു ടെക്നോളജിയാണ്, പുതിയ എമർജ് ചെയ്ത് വരുന്ന ടെക്നോളജിയാണ്. ഇത്ര സ്റ്റേറ്റ്മെന്റ് അവർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മൾ എയർ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടെക്നോളജി പുതിയതായിട്ട് വരുന്ന തുടങ്ങിയതാണ്, പണ്ടത്തെ ഒന്നുമല്ല, പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയ ടെക്നോളജിയാണ്. ഇനി എന്തൊക്കെ ഫോളോയിങ് ആണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വേ ഓഫ് കാർബൺ സെക്വസ്ട്രേഷൻ അല്ലേ. അത് ചെയ്യാൻ മേലെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ കീ വേർഡ് എന്ന് പറയുന്നത് ക്യാൻ ബി ആണോ, ചെയ്യാം അല്ലേ. ക്യാൻ ബി എന്ന് ചോദിക്കുന്നത് എന്താണ്, പോസിബിൾ ആണ് ഇത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റ് എയർ ക്യാപ്ചർ മെത്തേഡ് വെച്ച് ഈ കാർബൺ സെക്വസ്ട്രേഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം എയർ ക്യാപ്ചർ ചെയ്യാൻ നേരത്ത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡും അല്ലെങ്കിൽ കാർബണിന്റെ ഇതും ഇവർക്ക് ക്യാപ്ചർ ചെയ്യാലോ. സോ എന്താണ് നമുക്ക് പറയാം 36 എന്താണ് ഇതിനകത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ക്യാൻ ബി, പോസിബിൾ ആണ്. സോ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ അടുത്തത്, ഇറ്റ് ക്യാൻ ബി എ വാല്യുബിൾ അപ്രോച്ച് ഫോർ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ഇൻ ദ ഫുഡ് പ്രോസസ്സിംഗ്. എന്താ പ്ലാസ്റ്റിക് പ്രൊഡക്ഷനുണ്ട്, ഫുഡ് പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, അതോ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും എന്താണ് അപ്രോച്ച് ഫോർ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ മെത്തേഡിൽ നിന്ന് കിട്ടുന്ന, ഇപ്പം നിങ്ങൾ എയർ ക്യാപ്ചർ ചെയ്തു, അതിനകത്ത് നിങ്ങൾ കാർബൺ എടുത്തു, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതല്ല പറഞ്ഞേ, വേ ഓഫ് കാർബൺ സെക്വസ്ട്രേഷൻ. അപ്പം സോ ഫസ്റ്റ് നമ്മൾ എയർ ക്യാപ്ചർ ചെയ്ത് കാർബൺ നിങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്തു, ആ കാർബൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്തുകൂടെ അല്ലെ. സോ നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരിക്കലും പറ്റത്തില്ല എന്ന് ആരും പറയുന്നില്ല.
അവിടെ പോസിബിൾ ആണ്. അതപ്പം എക്കണോമിക് സ്കെയിലിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും, ബട്ട് ഏതെങ്കിലും ഒരു ലാബിൽ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാണ്. അതാണ് കാരണം ഇവിടെ അവരുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഹൈ ലാർജ് എക്കണോമിക് അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിയൽ സ്കെയിൽ നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചാണ്. പോസിബിൾ ആണോ അല്ലേന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതിപ്പം നിങ്ങൾക്കൊരു ഇൻഡസ്ട്രിയിൽ തന്നെ ചെയ്യണമെന്നില്ല. എവിടെയാണ് ഈവൻ ഒരു ലാബിൽ പോലും ഇതൊരു ഇവർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് എയർ ക്യാപ്ചർ മെത്തേഡ് വെച്ച് ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ഇനി അതല്ല, തിയററ്റിക്കലി പോലും ഇത് നടത്താൻ പറ്റൂ എന്ന് പറഞ്ഞാൽ പോലും എന്താണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം എന്താണ്, ഇവർ പറഞ്ഞേക്കണോ അതാണ്, ചെയ്തിട്ടുണ്ടെന്നല്ല പറഞ്ഞേ, ചെയ്യാൻ പറ്റും എന്ന് ഇവർ ചോദിച്ചാണ്. ഇറ്റ് ക്യാൻ ബി എ വാല്യുബിൾ അപ്രോച്ച്. അല്ലാണ്ട് ഇത് ഉപയോഗിച്ച് തന്നെ നമ്മളിവിടെ ഉണ്ടാക്കി എന്നല്ല ഇവർ പറഞ്ഞേക്കണേ. അതാണ് ഈ ക്യാൻ ബി എന്നുള്ള ടേംസ് വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എടുക്കാം, എന്ത് ചെയ്യാം, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയായിട്ട് തന്നെ. കാരണം ഇറ്റ് ക്യാൻ ബി എ വാല്യുബിൾ അപ്രോച്ച് ഫോർ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ, ചെയ്യാൻ പറ്റും. അടുത്ത തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി. ഇൻ ഏവിയേഷൻ ഇറ്റ് ക്യാൻ ബി എ സോഴ്സ് ഓഫ് കാർബൺ ഫോർ കമ്പൈനിങ് വിത്ത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ കിടക്കട്ടെ. അടുത്ത ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, സോഴ്സ് ഓഫ് കാർബൺ. അത് തന്നെയല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഉപയോഗിച്ചെന്താ, വേ ഓഫ് കാർബൺ സീക്വസ്ട്രേഷൻ. അതായത് കാർബൺ ഇവര് ക്യാപ്ചർ ചെയ്യുകയാണ്. ആ ക്യാപ്ചർ ചെയ്ത കാർബൺ നമുക്ക് ഏവിയേഷനകത്ത് കൊണ്ട് കൊടുത്തൂടെ, ടു കമ്പൈൻ വിത്ത് ഹൈഡ്രജൻ. ആ ക്യാപ്ചർ ചെയ്തത്. സോ ഇതിവിടെ എന്താണ് പറയുന്നത്, ഇൻ ഏവിയേഷൻ ഇറ്റ് ക്യാൻ ബി എ സോഴ്സ് ഓഫ് കാർബൺ ഫോർ കമ്പൈനിങ് വിത്ത് ഹൈഡ്രജൻ ടു ക്രിയേറ്റ് സിന്തറ്റിക് ലോ കാർബൺ ഫ്യൂവൽ. അപ്പം അതും ഇവിടെ പറഞ്ഞേക്കണം, ഇറ്റ് ക്യാൻ ബി, പോസിബിൾ ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ട് എടുക്കണം. അതും ദർ ഇസ് എ പോസിബിലിറ്റി അല്ലെ. എപ്പോഴും ലാർജ് സ്കെയിലിൽ നടക്കണം എന്നുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്കലി വയബിൾ ആണോ എന്ന് ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ പോകില്ല. അങ്ങനെ ഒന്നും ഓവർത്തേക്ക് ചെയ്യേണ്ട. നമുക്ക് ജസ്റ്റ് ഇത്ര ചോദിച്ചോളൂ, പോസിബിൾ ആണോ അല്ലേ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അവർ പറഞ്ഞേക്കണ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നടക്കാൻ, ഇങ്ങനെ ചെയ്യാൻ പോസിബിൾ ആണ്, അത് ചെയ്യാം. നമുക്കൊരു ലാർജ് സ്കെയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ലേ പോലും ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങളൊരു ഈ ഡയറക്റ്റ് എയർ ക്യാപ്ചർ വെച്ച് ഒരു 10 ml സിന്തറ്റിക് ലോ കാർബൺ ഫ്യൂവൽ ആണോ ഉണ്ടാക്കിയെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം. ഓക്കെ, ഈ ക്യാൻ ബി ഒക്കെ വരാൻ നേരത്ത് ഇങ്ങനത്തെ ടേംസ്, അതായത് അവിടെ പോസിബിലിറ്റി ഉണ്ടോ അതൊന്ന് വായിച്ചു നോക്കുക. അപ്പം ഇത് പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യുക. സോ ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഡയറക്റ്റ് എയർ ക്യാപ്ചർ മെത്തേഡ് എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പഠിക്കാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ സിന്തറ്റിക് ലോ കാർബൺ ഫ്യൂവൽ എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ലാത്ത ആൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. സോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. എന്താണ്, സി ആണ് ആൻസർ എന്ന് പറയുന്നത്. കാരണം എന്താ, ക്യാൻ ബി ആണ്. കാരണം എവിടെയെങ്കിലും ചെയ്താൽ മതി. ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ എവിടെയെങ്കിലും ഒരെണ്ണം വന്നാൽ ഇത് ശരിയാക്കി എടുക്കാം. ഇതാ നമുക്ക് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ന്യൂട്രൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് വരാൻ നേരത്തുള്ളത്. ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ നേരത്ത് ഇതിനകത്തും ഇത് കുറച്ച് എന്താ പറയുക, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. എന്നാലും ചില സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് മജോറിന 1 chip will enable quantum computing. Then Majorana 1 chip has been introduced by Amazon Web Service. Third, deep learning is a subset of a machine learning. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു ടോപ്പിക്കുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാർക്ക് ചിലപ്പം ഓരോ ഇതൊക്കെ മനസ്സിലാവും. എന്നാലും ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ എലിമിനേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന്റെ ഓപ്ഷൻസ് നോക്കിയേ. ഇപ്പം 1 തെറ്റാണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്ഷൻസ് ഫ്രെയിം ചെയ്തേക്കണം. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യന്റെ 1, 2, 3 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇനി ആ ഓപ്ഷൻസ് എങ്ങനെ ഫ്രെയിം ചെയ്തേക്കണേ, എ എന്ന് പറയുന്നത് 1 and 2 only, ബി എന്ന് പറയുന്നത് 2 and 3 only, സി എന്ന് പറയുന്നത് 1 and 3 only, ഡി എന്ന് പറയുന്നത് 1, 2, 3. അപ്പം ഇതിനകത്ത് എല്ലാം ശരിയാണെങ്കിൽ നമുക്ക് ഡി കൊടുക്കേണ്ടി വരും. ഇനി അതല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് വിചാരിച്ചോ, കൺസിഡർ ദാറ്റ് 1 തെറ്റാ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. നിങ്ങൾക്ക് ബാക്കി 2, 3 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയത്തില്ല. ഇവൻ 1 തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 ഉള്ള ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യണം. 1 ഉള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ നേരത്തെ തന്നെ നമുക്ക് ഇത് എ പോവും, സി പോവും, ഡി പോവും, നമുക്ക് ആൻസർ ബിയിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ 1 തെറ്റാണെങ്കിൽ. ഇനി 2 തെറ്റാണെങ്കിലോ 2 ഉള്ള ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം. എ പോവും, ബി പോവും, ഡി പോവും, നമുക്ക് ആൻസർ ആകാം സി വെക്കും. ബാക്കി സിയുടെ 1 and 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താന്ന് പോലും അറിയത്തില്ലായിരിക്കും. ബട്ട് നമുക്കറിയാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം ഈ ഒരു മജോറിന 1 ചിപ്പിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ആ സമയത്ത് ചോദിച്ചതാണ്. മജോറിന 1 ചിപ്പ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആമസോൺ വെബ് സർവീസ് അല്ല. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, മൈക്രോസോഫ്റ്റ് ആയിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ആമസോൺ വെബ് സർവീസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവരുടെ ക്ലെയിം എന്തെന്നാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്.
അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ശരിയെന്ന് ചോദിച്ചതിനകത്ത് നമുക്കറിയാം 2 ഉള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം നിങ്ങളിവിടെ എലിമിനേറ്റ് ചെയ്ത് കളയണം. ബാക്കി നിങ്ങൾക്ക് 1 അറിയത്തില്ല 3 അറിയത്തില്ല, വിട്ടേക്ക്, നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആൻസർ കുത്തിയാൽ മതി. സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യണം, അല്ല തെറ്റാന്ന് അറിയാമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 ഉള്ളതെല്ലാം ഒഴിവാക്കുക. അപ്പൊ എന്താണ്, ഓപ്ഷൻ ഡി പോയി, ഓപ്ഷൻ ബിയും പോയി, ഓപ്ഷൻ എയും പോയി, അല്ലെ? അതിനകത്ത് എല്ലാം സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതെല്ലാം എലിമിനേറ്റ് ചെയ്ത് ആകെ മിച്ചമുള്ള ഏതാണ്, സി മാത്രമേ ഇവിടെ പോസിബിൾ ഉള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് കണ്ണടച്ച് കൂത്താം. ഏതാണ്, സി ആണ് ഇതിന്റെ ആൻസർ. 1 and 3 ഒള്ളിയാണ് ഇതിന്റെ ആൻസർ. അതായത് മജോറിറ്റി 1 ചിപ്പിൽ എനേബിൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വേണ്ടിയാണ് അവർ ഇറക്കിയത്. അതൊക്കെ. സോ ആ സ്റ്റേറ്റ്മെന്റ് അറിയാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആവും. നമുക്കൊരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം ഡീപ്പ് ലേണിംഗ് ഈസ് എ സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല, ചിലർക്കും അറിയത്തില്ലെങ്കിൽ അത് വിട്ടേക്ക്. നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് അത് തെറ്റിയെന്ന് അറിയുവാണെങ്കിൽ, അത് നമ്മൾ തെറ്റാന്ന് അറിയുന്നത് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ പഠിക്കാൻ നേരത്ത് നമുക്കറിയാം, അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ആ ഒരു നോളജ് കിട്ടുന്നത് പറയുന്നത് നമ്മൾ വേറെ ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ നേരത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്കിത് തെറ്റാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എല്ലാം ശരിയായിട്ട് എടുക്കണമെന്നില്ല. അപ്പം ഏതെങ്കിലും ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് ബാക്കിയും 2 സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് അറിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അതായത് ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കാന്നുള്ളത്. നിങ്ങൾ ഇതൊന്ന് നോക്കിയേ. നോ വൈറസ് ക്യാൻ സർവൈവ് ഇൻ ഓഷ്യൻ വാട്ടർ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അവർ പറയണേ നോ വൈറസ് ക്യാൻ ഇൻഫെക്ട് ബാക്ടീരിയ. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോ വൈറസ് ക്യാൻ ചേഞ്ച് ദ സെല്ലുലർ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഇൻ എ ഹോസ്റ്റ് ആഡ് സെൽ. ഇതൊക്കെയാണ് നമ്മൾ തന്നേക്കണേ. നമുക്ക് വലിയ ഈ വൈറസിനെ പറ്റി വലിയ അറിവോ ഒന്നുമില്ല എന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചു. ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് നമുക്ക് വലിയ അറിവൊന്നുമില്ല. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയാണോ ഇല്ലയെന്ന് ഇനി ഏതെങ്കിലും ഓഷ്യൻ വാട്ടറിൽ ഏതെങ്കിലും സർവൈവ് ചെയ്യുന്ന വൈറസിനെ പറ്റി അറിയാവോ, അല്ലെങ്കിൽ അതിന്റെ പേരൊന്നും അറിയത്തില്ല നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ഇത്രയൊന്നും ആലോചിച്ചാൽ മതി നിങ്ങളുടെ മൈൻഡിലിട്ട്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോ വൈറസ് ക്യാൻ സർവൈവ് ഇൻ ഓഷ്യൻ വാട്ടർ. നമ്മുടെ ഈ എർത്തിൽ ഇത്രയും വലിയ ഓഷ്യനകത്ത് പല ഓർഗാനിസവും പല ഇതും കാണാൻ നേരത്ത് ഒരു ഏതെങ്കിലും തരത്തിലൊരു വൈറസ് എന്തെങ്കിലും നമ്മളെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലാത്ത ഏതെങ്കിലും ഒരു വൈറസ് അവിടെ കാണുമല്ലോ, അല്ലെ? ഒരു സിംഗിൾ വൈറസ് വന്നാൽ മതി, ഗ്രൂപ്പ് വേണമെന്നൊന്നുമില്ല, ഒറ്റ ഒരു വൈറസ് ഓഷ്യൻ വാട്ടറിനകത്ത് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. നോ വൈറസ് ക്യാൻ സർവൈവ് ഇൻ ഓഷ്യൻ വാട്ടർ എന്ന് പറയുന്നത് തെറ്റിപ്പോവും. ഏതെങ്കിലും ഒരു വൈറസ് വന്നാൽ മതി. മനസ്സിലായോ? ഇതേ സെയിം കൺസെപ്റ്റ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി. നോ വൈറസ് ക്യാൻ ഇൻഫെക്ട് ബാക്ടീരിയ. ഇപ്പം മജോറിറ്റി ചിലപ്പോൾ വൈറസിന് പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഏതെങ്കിലും ഒരു സിംഗിൾ വൈറസ് ഒരു ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ഈ ലോകത്ത് ഇത്രയും ഈ വലിയ എർത്തില് ഇതിനൊരു പോസിബിലിറ്റി ഇല്ലേ? ഒരു വൈറസ് ഒരു ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലേ? നമ്മൾ പലതും പല ന്യൂസും കേൾക്കുന്നതാണ്, അല്ലേ? സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. അത് അല്ലാണ്ട് നോ വൈറസ് ക്യാൻ ഇൻഫെക്ട് ബാക്ടീരിയ എന്ന് പറയുന്നത് കുറച്ച് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് അത് തെറ്റായിട്ട് എടുക്കാം. അതുപോലെ തന്നെ തേർഡ് ഓപ്ഷൻ നോ വൈറസ് ക്യാൻ ചേഞ്ച് ദ സെല്ലുലർ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഇൻ ഹോസ്റ്റ് ആഡ് സെൽ. ഇതും എന്താണ്, കുറച്ച് എക്സ്ട്രീം ആയിട്ട് പോകും. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് എലിമിനേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ഇൻ ടോട്ടൽ എന്താണ്, ഈ എല്ലാ സ്റ്റേറ്റ്മെന്റും 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്, അല്ലെ? കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എവിടെയെങ്കിലും ഒരു പോസിബിലിറ്റി വന്നാൽ മതി നമ്മുടെ ഇതെല്ലാം തെറ്റിപ്പോകും. സോ നമുക്ക് ഇതെന്ത് പറ്റും, ഇതെല്ലാം തെറ്റാന്ന് നമുക്ക് ഓപ്ഷൻ എഴുതി കൊടുക്കാം, ഡി കൊടുക്കാം. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കി നമുക്ക് ആൻസറിലേക്ക് വരാം. അടുത്തത് 2025 ചോദിച്ചാണ് അൺമാനഡ് ഏരിയൽ വെഹിക്കിൾ. നമുക്ക് ഡ്രോണിനെ പറ്റി നമുക്ക് കുറച്ചൊക്കെ ഐഡിയാസ് ഉണ്ട്, നമ്മളിപ്പോൾ കാണുന്നതാണ്, ന്യൂസിനകത്ത് കാണുന്നു, എല്ലാം കാണുന്നതാണ്. അത് വെച്ചൊന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഡ്രോണിന്റെ ഇമേജും ന്യൂസിനകത്ത് കാണുന്നതും ഓരോ ഡ്രോണിന്റെ ഒക്കെ ഇമേജ്, ഇപ്പൊ അമേരിക്കയുടെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ ഇറാന്റെ ഒക്കെ എന്താണ് അവരുടെ UAV ഇമേജും അല്ലെങ്കിൽ അവരുടെ സിനിമയ്ക്കകത്തൊക്കെ നിങ്ങൾ കാണാറില്ലേ, പ്ലെയിൻ പോലെ പറന്നു പോകുന്നതും. പിന്നെ നമ്മൾ അതുപോലെ UAV ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതായത് ഒരു നോർമൽ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ പറക്കുന്നതും അതേ രീതിയിൽ പറന്നു പോകുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകാൻ നേരത്തും അല്ലെങ്കിൽ ചില ഫോട്ടോഗ്രാഫി സെഷനകത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് വേറെ ഹെലികോപ്റ്റർ പോലെ നേരെ മേളിലേക്ക് പോകുന്ന ഡ്രോൺസ് കാണുന്നില്ലേ, അതും അൺമാനഡ് ഏരിയൽ വെഹിക്കിളിനകത്ത് വരുന്നതാണ്. ഈ നമ്മുടെ ഈ കല്യാണ പരിപാടിക്കൊക്കെ പോകാൻ നേരത്ത് നമ്മൾ കാണുന്ന ഈ ഡ്രോണൊക്കെ ഇല്ലേ, ഡ്രോൺ പറത്തുന്നില്ലേ, ക്യാമറ ക്രൂസ്, ചെറിയ സാധനം കൈ പിടിക്കുന്നത്, അതും എന്തിനകത്ത് വരുന്നതാണ്, അൺമാനഡ് ഏരിയൽ വെഹിക്കിളാണ് അതും. അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഓപ്ഷനിലേക്ക് നോക്കുക. ചോദിച്ചാണ് ഇതാണ്, ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു വെർട്ടിക്കൽ ലാൻഡിങ്.
വെർട്ടിക്കൽ ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ പൊങ്ങുക, അതുപോലെ തന്നെ നേരെ താന്ന് വരിക, ഹെലികോപ്റ്റർ താഴ്ന്ന പോലെ നേരെ താഴുക. എല്ലാ ടൈപ്പും UAVക്കും വെർട്ടിക്കൽ ലാൻഡിങ് പറ്റുമോ? ഇതിനകത്ത് ചോദിച്ചാണ് ഓൾ ടൈപ്പ് എന്ന് ചോദിച്ചാണ്, അല്ലേ? സം ടൈപ്പ് എന്നല്ല ചോദിച്ചാണ്. ഇവിടെ സം ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു വെർട്ടിക്കൽ ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ ശരിയായിട്ട് എടുക്കായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു വെർട്ടിക്കൽ ലാൻഡിംഗ് എന്നാണ്. എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. ചിലത് അല്ലാണ്ട് മറ്റേ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന രീതിയിൽ, കൺവെൻഷണൽ രീതിയിൽ നമുക്ക് ലാൻഡ് ചെയ്യുന്ന UAVസും ഉണ്ട്, അല്ലെ? വെർട്ടിക്കൽ ലാൻഡിങ് മാത്രമല്ല, എല്ലാ UAVക്കും വെർട്ടിക്കൽ ലാൻഡിങ് പറ്റത്തില്ല. സോ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസ് 1 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം അതിനകത്ത് പകരം അവര് സം ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു വെർട്ടിക്കൽ ലാൻഡിംഗ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് എടുക്കായിരുന്നു. കാരണം ചിലതുണ്ട്, ബാക്കി ചിലത് അല്ലാത്തതുണ്ട്. പറ്റിയല്ലേ? ചിലതുണ്ടെങ്കിൽ ബാക്കിയുള്ളത് വേറെ ഉണ്ട് താനും. സോ ഓൾ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് നമുക്ക് കുറച്ച് എക്സ്ട്രീമാണ്, അത് നമുക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു ഓട്ടോമേറ്റഡ് ഹോവറിംഗ്. എല്ലാ ടൈപ്പ് UAVക്കും ഓട്ടോമേറ്റഡ് ഹോവറിംഗ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ നമുക്കിപ്പോൾ ഒരാളെ ഉണ്ടാക്കി, ഇപ്പം ഞാൻ ഒരു UAV ഉണ്ടാക്കി, എന്നിട്ട് അതിന് ഓട്ടോമാറ്റിക് ഹോവറിംഗ് ഇല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയില്ലേ? ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ UAVs ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കമ്പനീസ്, ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഒക്കെ എന്തൊക്കെയാണ് UAVസിനെ ഉണ്ടാക്കുന്നുണ്ട്. ഡിഫൻസിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള കമ്പനീസ് മാത്രമല്ല, ചിലപ്പം അവർ അതുപോലെ കുറച്ച് നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കുറെ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത് ഓട്ടോമാറ്റിക് ഹോവറിംഗ് എല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. ബട്ട് ചിലതിനൊക്കെ എന്താണ് മാനുവൽ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരും. സോ ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു ഓട്ടോമാറ്റിക് ഹോവറിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതും തെറ്റാ. അതിന്റെ സ്ഥാനത്ത് ഓളിന്റെ സ്ഥാനത്ത് സം ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ശരിയായിട്ട് എടുക്കായിരുന്നു. സം ക്യാൻ ബി അല്ലെങ്കിൽ സം ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു ഓട്ടോമാറ്റിക് ഹോവറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ശരിയായിട്ട് എടുക്കാം. പക്ഷെ ഓൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതും തെറ്റിപ്പോകും. ഇനി അടുത്ത എന്താണ്? ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ യൂസ് ബാറ്ററി ഒൺലി ആസ് എ സോഴ്സ് ഓഫ് പവർ സപ്ലൈ. ഇതും എന്താണ്? ഇവിടെയും ഓൾ ടൈപ്പ് എന്ന് വെച്ചാൽ സം ടൈപ്പ് ഓഫ് UAVs എന്നാണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഇത് ശരിയായിട്ട് പറയായിരുന്നു. കാരണം നമ്മൾ കല്യാണ വീഡിയോസ് ഒക്കെ കാണുന്നത് അവർ ഉപയോഗിക്കുന്ന ഡ്രോണിനകത്തൊക്കെ എന്താണ് ബാറ്ററി വെക്കുന്നത്, അവർ ചാർജ് ചെയ്തിട്ട് കൊണ്ട് തിരിച്ച് അതിനകത്തേക്ക് കുതും നമുക്ക് കാണാറുള്ളതാണ്. സോ അതൊക്കെ എന്താണ് ബാറ്ററി സോഴ്സ് ആണ് പവർ. പക്ഷെ ചില UAVs ഒക്കെ മോട്ടോർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ചില ഈ റഷ്യ യുക്രൈൻ വാറിന് സമയത്തൊക്കെ പല UAVസും അല്ലെങ്കിൽ അമേരിക്കയുടെ UAVs ഒക്കെ നമ്മൾ മേടിക്കുന്നതൊക്കെ എന്താണ് മിക്കതും ഇതാണ് നമ്മുടെ കമ്പസ്റ്റനാണ് തന്നെ. നമ്മളെ ഫ്യൂവൽ ഒഴിച്ചു കൊടുത്തിട്ട് സാധാ പ്ലെയിനിന്റെ ഇത് എഞ്ചിൻ എന്നുള്ള ജെറ്റ് എഞ്ചിനും അല്ലെങ്കിൽ അതുപോലത്തെ എഞ്ചിൻസ് വരുന്നുണ്ട്. സോ എല്ലാം എന്താണ് ബാറ്ററി ഒൺലി ആസ് എ സോഴ്സ്, ഇവിടെ പറയുന്നുണ്ട് യൂസ് ബാറ്ററി ഒൺലി ആസ് എ സോഴ്സ് ഓഫ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറയുന്നത് ഒൺലി എന്ന് പറയുമ്പോൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് കുറച്ച് എക്സ്ട്രീമാണ് തന്നെ. കാരണം അതല്ലാണ്ട് ബാക്കിയും പോസിബിലിറ്റി ഉണ്ട്. സോ എന്താണ് സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ തെറ്റാണ്. സോ നമുക്ക് ഇതിനകത്ത് തന്നെ അറിയാം, ഈ ഒരു ക്വസ്റ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് UAVനെ പറ്റി വലിയ ധാരണ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് അനലൈസ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം തെറ്റി കളയാം. നിങ്ങൾക്ക് ഇപ്പം വെർട്ടിക്കൽ ലാൻഡിങ് ചെയ്യാൻ പറ്റുന്ന UAVസിനെ അറിയത്തില്ലായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇത് കുറച്ച് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് അങ്ങനെ ഇത് എല്ലാം എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് വരാം. എന്ത് വരും? ഡി, നൺ. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് 1 ഒരിക്കലും തെറ്റാന്ന് ഇവർ പറയുന്നില്ല ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്, അല്ലെ? സോ എന്ത് ചെയ്യണം? ഇത് വായിക്കാൻ നേരത്ത് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഇത് വായിച്ചു നോക്കണം. സ്റ്റേറ്റ്മെന്റ് 1 ശരി, അത് തെറ്റൊന്നുമല്ല, അതിനകത്ത് യാതൊരു കൺഫ്യൂഷൻ വേണ്ട. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാൻ നേരത്തോ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എന്താ? സർക്കുലർ എക്കണോമി റെഡ്യൂസസ് ദ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം സർക്കുലർ എക്കോണമി എന്ത് ചെയ്യാം? എക്കോണമി വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ചെയ്യും. അതാണ് സർക്കുലർ എക്കോണമി. അപ്പം വീണ്ടും നമ്മൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച സാധനം തന്നെ വീണ്ടും റീയൂസ് ചെയ്യാൻ നേരത്ത് അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് സ്റ്റേറ്റ്മെന്റ് 1, ശരിയാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, സർക്കുലർ എക്കോണമി റെഡ്യൂസ് ദ യൂസ് ഓഫ് റോ മെറ്റീരിയൽ ആസ് ഇൻപുട്ട്. ശരിയല്ലേ? ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? കാരണം നമ്മളിപ്പോൾ ഒരു സാധനം വീണ്ടും റീയൂസ് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ നേരത്തെ ഇതൊക്കെയാണ് സർക്കുലർ എക്കോണമിക്കകത്ത് വരുന്നത്. റീസൈക്കിൾ ചെയ്യാൻ നേരത്തെ എന്താ ചെയ്യണേ? നമ്മൾ പഴയ ഉപയോഗിച്ച സാധനത്തിനകത്ത് നിന്ന് വീണ്ടും പുതിയൊരു സാധനം ഉണ്ടാക്കുകയാണ്. അപ്പം ഒരു പുതിയ ഒരു റോ മെറ്റീരിയൽ വേണം എന്നുള്ളത് എന്താണ് അവിടെ റെഡ്യൂസ് ചെയ്യണം, അല്ലേ? അപ്പം സർക്കുലർ എക്കോണമി റെഡ്യൂസ് ദ യൂസ് ഓഫ് റോ മെറ്റീരിയൽ ആസ് ഇൻപുട്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പറയാം. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നേ. എന്താ പറഞ്ഞേ? സർക്കുലർ എക്കോണമി റെഡ്യൂസസ് ദ വേസ്റ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്, അല്ലെ? വീണ്ടും നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് പറയാൻ പറ്റും എന്താണ്? വേസ്റ്റേജ് എന്താണ് ഇവിടെയും കുറയ്ക്കുകയാണ്, അല്ലെ? സർക്കുലർ എക്കോണമി റെഡ്യൂസസ് വേസ്റ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. അപ്പം ഇതൊക്കെ ഈ വേസ്റ്റേജ് ഒക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വേസ്റ്റേജ് കുറയ്ക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റും എല്ലാം ഒരു അലൈൻമെന്റ് അല്ലേ? എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സെയിം അല്ലേ സർക്കുലർ എക്കോണമി പറയാൻ നേരത്ത് തന്നെ.
സോ നമുക്ക് പറയാം 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സർക്കുലർ എക്കോണമി, വേസ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നിങ്ങൾ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ നോക്കേണ്ടത്. ഇതാണ് ജസ്റ്റ് ഇവിടെ എന്താണ് എക്സ്പ്ലനേഷൻ, എന്താ സർക്കുലർ എക്കോണമി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, പുതിയ റോ മെറ്റീരിയൽ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത് കുറയ്ക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കണം. കാരണം പുതിയ റോ മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കണ്ട. സോ നമുക്കറിയാം 2ഉം 3ഉം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ എന്താ പറയാം, എ പറയാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് ആൻഡ് ബോത്ത് ഓഫ് ദം എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. അപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ അർത്ഥം. അതുപോലെ തന്നെ ബാക്കി 1, 2, 3 സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് ഓപ്ഷൻ 1 and 2 കറക്റ്റ്, അല്ലെങ്കിൽ 2 and 3 കറക്റ്റ്, അല്ലെങ്കിൽ 1 and 3 അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ നേരത്തും നമുക്ക് ചിലതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ തെറ്റാന്ന് അറിയാമെങ്കിൽ അത് വെച്ച് നമുക്ക് ബാക്കി ആൻസറിലേക്ക് എത്താം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ എക്സ്ട്രീം ക്വസ്റ്റ്യൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോസിബിലിറ്റി ആയിട്ടുള്ള ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻ, അങ്ങനെ നമുക്കിപ്പോൾ ചോദിക്കുന്നത് ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ക്യാൻ ബി, അങ്ങനത്തെയൊക്കെ പോസിബിൾ ആണെന്ന് പറഞ്ഞ് ആ ഒരു മീനിങ്ങിൽ വരുന്ന ചോദ്യങ്ങളും എന്തായിരിക്കും, മോസ്റ്റ്ലി കറക്റ്റ് ആയിരിക്കും. ഡെഫിനറ്റ് ആയിട്ട് എപ്പോഴും കറക്റ്റ് ആണെന്നല്ല പറഞ്ഞ്, മോസ്റ്റ്ലി നിങ്ങളത് വായിച്ചു നോക്കണം. കാരണം ജനറൽ ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച് നമുക്ക് അത് വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാണ്ട് ചുമ്മാ കണ്ണുടച്ച് കൊടുക്കരുത് കേട്ടോ, ചിലപ്പോൾ തെറ്റിപ്പോയത്. ഇനി നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ ഒരു എക്സാം ചെയ്യേണ്ട രീതി പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ എക്സാം ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നുള്ളതാണ്, അല്ലെ എക്സാമിന് മുന്നത്തെ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പം എക്സാമിന്റെ മുന്നത്തെ ദിവസം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുന്നുണ്ടാവുമല്ലോ, പല ടെസ്റ്റ് സീരീസ് എടുക്കുന്നുണ്ടാവും. അപ്പം ഒരു 2 വീക്സിന് മുന്നേ ടെസ്റ്റ് സീരീസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ടെസ്റ്റ് സീരീസ്, അതായത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇട്ട് തരുന്ന ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ഓപ്പൺ ടെസ്റ്റ് ഒക്കെ കാണും. ഇതൊക്കെ എക്സാമിന്, നമ്മുടെ പ്രിലിംസ് എക്സാം, UPSC പ്രിലിംസ് എക്സാമിന് ഒരു 2 വീക്സിന് മുന്നേ ഈ ടെസ്റ്റ് സീരീസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് റിവൈസ് ചെയ്യുക മാത്രം ചെയ്യുക. ഏത് വെച്ച്, നിങ്ങൾ PYQ എടുത്ത് അനലൈസ് ചെയ്ത് അതിനെ റിവൈസ് ചെയ്യുക. ഇത് എന്തുകൊണ്ട് ഈ ലാസ്റ്റത്തെ 2 വീക്ക് PYQനെ മാത്രം ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇടുന്ന ഒരു ക്വസ്റ്റ്യനും അതിന്റെ ഒരു ലാംഗ്വേജും നമ്മുടെ UPSC ഇടുന്ന ലാംഗ്വേജും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എക്സാക്ട് ആയിട്ട് UPSCയുടെ ലാംഗ്വേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഫ്രെയിം ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാറുമാർ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ഫ്രെയിം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. ഓക്കെ, സോ ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന ക്വസ്റ്റ്യനും നമ്മുടെ UPSC ഫ്രെയിം ചെയ്യുന്ന ക്വസ്റ്റ്യനും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ലാംഗ്വേജിലേക്ക് നമ്മൾ വീണ്ടും പോകാൻ നേരത്ത് നമ്മൾ UPSCയിലേക്ക് നമ്മൾ ആക്ച്വൽ എക്സാമിന്റെ സമയത്ത് നമ്മുടെ UPSCയുടെ ലാംഗ്വേജിലേക്ക് വരാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇത്രയോ നാൾ നമ്മൾ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്തില്ലേ, അത് മതി. ലാസ്റ്റത്തെ 2 വീക്ക് എന്ത് ചെയ്യുക, ഈ ടെസ്റ്റ് സീരീസ് ഒക്കെ ഇനിയുള്ള വേറെ ഓപ്പൺ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് അതൊക്കെ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യാതിരിക്കുക. അതിന് മുന്നത്തെ ഉള്ള ടെസ്റ്റ് ഒക്കെ ഏർലി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ദിവസത്തേക്ക് വെക്കരുത്. എക്സാമിന്റെ തലേ ദിവസം പോയി അല്ലെങ്കിൽ തലേ ആഴ്ച പോയി പോലും വെക്കരുത്. ഒരു 2 ആഴ്ച മുന്നേ, ഒരു 10 ദിവസം അല്ലെങ്കിൽ 14 ദിവസം മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് സീരീസ് എല്ലാം നിങ്ങൾ എടുക്കേണ്ടതൊക്കെ അതിനുള്ളിൽ നിങ്ങൾ എടുത്ത് തീർക്കുക. മാക്സിമം എടുത്തിട്ട് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത ടെസ്റ്റ് സീരീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, PYQ എടുത്ത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം ഈവൻ. അപ്പൊ എന്ത് ചെയ്യുക, PYQs സോൾവ് ചെയ്യാൻ നോക്കുക. ഇനി അവസാനത്തെ 2 ആഴ്ച നിങ്ങൾ PYQനെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ PYQs UPSCയുടെ തന്നെ PYQs സോൾവ് ചെയ്യുക. അതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. പിന്നെ ഈവൻ ഒരു മന്തിന് മുന്നേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു മന്തിന് മുന്നേ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിക്കാൻ പോകണ്ട. അതിന് മുന്നേ നേരത്തെ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. സിലബസ് എല്ലാം കവർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, പുതിയതായിട്ട് വേറെ പുതിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പിന്നെ പഠിക്കാൻ പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മന്തിന് മുന്നേ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ റിവൈസ് ചെയ്യുക വീണ്ടും. കാരണം നമുക്ക് പഠിച്ച കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നുള്ള മാർക്ക് പോകരുത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹാളിൽ കയറി കൺഫ്യൂഷൻ അടിച്ച് നമ്മൾ തെറ്റിക്കുന്ന പരിപാടിയുണ്ട്. അത് ചെയ്യരുത്. അത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആ മാർക്ക് കിട്ടണം. അതുകൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പഴയതൊന്നും ഇല്ല, നിങ്ങൾ പുതിയത് പഠിച്ചത് നിങ്ങളുടെ തലയിലില്ല, ഒന്നും കിട്ടുന്നില്ലാത്ത അവസ്ഥ പോകും. ഓക്കെ, നമ്മൾ പറയല്ലേ രണ്ട് വള്ളത്തിൽ കാലി ഉത്തരതൊന്നും, ആ ഒരു രീതി പോലെ നമ്മൾ പഴയത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. സോ നമ്മൾ എന്ത് ചെയ്യുക, 1 മന്തിൽ അവസാനത്തെ ഒരു 1 മന്തിൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് റിവിഷൻ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അധികം പോകണ്ട. എന്നാലും കുറച്ചൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി.
ഈവൻ ഒരു 1 വീക്കിന് മുന്നേ ഉള്ള നിങ്ങൾ ന്യൂ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ അധികം പഠിക്കാൻ പോകണ്ട. പിന്നെ വേണമെങ്കിൽ നമ്മൾ നിങ്ങൾ അത്രയ്ക്ക് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ചില ഇമ്പോർട്ടന്റ് ടോപ്പിക് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വീക്കിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അല്ലാണ്ട് ഒരു ജനറൽ ആയിട്ട് ഫുൾ ഒരു ടോപ്പിക് അല്ലെങ്കിൽ പുതിയൊരു ടെസ്റ്റ് ഞാൻ വായിക്കാൻ പോകാം, ഇനിയിപ്പം ഇതെനിക്ക് പറ്റത്തില്ല, വേറൊരു ബുക്ക് വായിക്കണം, ഇതാണ് പുതിയ വേറൊരു സ്റ്റാൻഡേർഡ് ബുക്ക് കിട്ടി, ഇത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ, കൂട്ടുകാർ പറയുന്നത് കേട്ടോ, അത് ഞാൻ ഈ അവസാനത്തെ മന്തിൽ പോയി വായിക്കാൻ പോകരുത്. അതിന് മുന്നേ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചോണം. ഓക്കെ, ലാസ്റ്റ് മന്തിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആ ടെസ്റ്റ് തന്നെ വീണ്ടും ഫോളോ ചെയ്യുക, അത് തന്നെ പഠിക്കുക. അപ്പൊ ലാസ്റ്റ് മന്തിൽ നിങ്ങൾ പുതിയ ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അങ്ങനെ നിങ്ങൾ പോകരുത്. റിവൈസ് ചെയ്യാൻ പഠിക്കുക, കൂടുതലും റിവൈസ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളും പഴയ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. ഇതാണ് അവസാനത്തെ എക്സാം അടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ബാക്കി വേണ്ട ഹോൾ ടിക്കറ്റ്, പേന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെച്ചോണം. ഓക്കെ, സോ സഫീഷ്യന്റ് ആയിട്ട് റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങിയിട്ടേ നിങ്ങൾ എക്സാം എഴുതാൻ പോവുള്ളൂ എക്സാം ഡേയിൽ. പിന്നെ എക്സാമിന്റെ തലേ ദിവസം അതിന്റെ ഒരു 2-3 ദിവസം മുന്നേ ഒക്കെ വെറുതെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തോ ആൻസൈറ്റി ഒക്കെ ഒഴിവാക്കി വെക്കാൻ നോക്കുക. ഓക്കെ, ഈ ആൻസൈറ്റി ഒക്കെ കയറി നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ തലയിൽ കയറി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറക്കും. ഓവർ തിങ്കിങ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. അതിപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ഇനി നിങ്ങൾ ലാസ്റ്റത്തെ 2 ദിവസം കൊണ്ട് നിങ്ങളൊന്നും മലമറിക്കാൻ പോകുന്നില്ല. അവസാനത്തെ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് എടുത്ത് മറിച്ച് നിങ്ങൾ ഫുള്ള് എക്സാം ഒരു പാസ്സാകുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല. ഏതാണ്ട് അന്നത്തെ 2 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എത്ര തലകുത്തി പറഞ്ഞാലും നിങ്ങൾക്കൊരു കൂടിപ്പോയി 1-2 മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യത്തിൽ തന്നെ ഡയറക്റ്റ് കിട്ടുന്നില്ല. പക്ഷെ പുതിയ കാര്യങ്ങൾ അധികം പഠിക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് നിങ്ങൾ തന്നെ കൊണ്ടുവരണം. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കും ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് മാർക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യല്ല, കോൺഫിഡൻസ് ഇല്ലാണ്ട് നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യരുത്. അത് നിങ്ങളുടെ എക്സാമിനെ ബാധിക്കും. നിങ്ങൾക്ക് പേടി കയറും. എക്സാം ഹാളിൽ കയറി എന്ത് ചെയ്യും, നിങ്ങൾക്ക് പേടി വന്നിട്ട് നിങ്ങൾ തെറ്റിച്ച് കളയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റേജ് ഉണ്ട്. ചിലർക്ക് പേടി വന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മര്യാദയ്ക്ക് ഒരു അറ്റംപ്റ്റ് കുറഞ്ഞു 60 അറ്റംപ്റ്റ് അല്ലെങ്കിൽ 70 അറ്റംപ്റ്റിലേക്ക് നമ്മൾ താന്നു മൊത്തം 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ. അപ്പം പേടി ഒഴിവാക്കണം. അതുപോലെ തന്നെ കോൺഫിഡൻസ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ വരുത്തണം. നിങ്ങൾക്ക് അതിന് മുന്നേ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു വേണ്ട. കാരണം ഇത്ര ആലോചിച്ചാൽ മതി, മേ ബി ടെസ്റ്റ് സീരീസ് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ട ടെസ്റ്റ് സീരീസ് അല്ല നമ്മുടെ മാർക്കിനെ ഇത് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. അതായത് കോൺഫിഡൻസ് ഇല്ലാത്തവരോടാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പം കോൺഫിഡൻസ് ഇല്ലാത്തവർ ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ചിന്തിച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് നിങ്ങൾക്ക് ചിന്തിക്കുന്ന ഒരു രീതിയാണ്. അതായത് ടെസ്റ്റ് സീരീസിൽ നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, ടെസ്റ്റ് സീരീസ് നമ്മൾ കവർ ചെയ്തു, നമ്മൾ റിവിഷൻ ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് നമ്മൾ കൊണ്ടുപോകാം. ഒരിക്കലും കോൺഫിഡൻറ്റ് ഇല്ലാണ്ട് പോയി ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യരുത്. അത് ഈവൻ ലാസ്റ്റ് ദിവസം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുള്ള ചിലതൊന്നും ടോപ്പിക്ക് കവർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞിരിക്കുക ഈ ടോപ്പിക്കിൽ നിന്ന് വരത്തില്ല എന്നൊക്കെ രീതിയിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ആ കോൺഫിഡൻസോട് കൂടി തന്നെ പോവുക. കാരണം കോൺഫിഡൻസ് ഇല്ലാണ്ട് പേടിച്ച് പോയി എഴുതിയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എക്സാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ചിലപ്പം കൈ നിൽക്കണമെന്നില്ല. സോ എക്സാം ഡേയുടെ അന്ന് നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ട് റെസ്റ്റ് ഉണ്ടായിരിക്കണം. ഈവൻ ന്യൂട്രീഷൻ ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുക. നല്ല രീതിയിൽ ഫുഡ് കഴിക്കാണ്ട് അല്ലാണ്ട് രാവിലെ ഫാസ്റ്റ് ചെയ്തിട്ട് നേരം പോയേക്കല്ലോ കേട്ടോ. മര്യാദയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എക്സാമിൻ്റെ അന്ന് പോകാൻ. 2 നേരം എക്സാം ഉണ്ടെന്ന് അറിയാലോ, രാവിലെ ഉണ്ട് ഉച്ച കഴിഞ്ഞുണ്ട്. സോ അതിനോട് ഉച്ചയ്ക്ക് ഫുഡ് നിങ്ങൾ കരുതിയിരിക്കണം. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്താ വേണ്ടത്. പിന്നെ ഓവർ തിങ്കിങ്ങും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. എക്സാമിൻ്റെ അന്നും എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ ഓവർ തിങ്കിങ് നിങ്ങൾ ഒഴിവാക്കുക. കറക്റ്റ് കൺസെപ്റ്റ് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി കാണുമല്ലോ, എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ എക്സാമിന് അപ്രോച്ച് ചെയ്യണം. അത് നിങ്ങളുടെ ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചു വെക്കും. ഓക്കെ, കാരണം ഈ ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി മാത്രമല്ല നിങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റജിയും വർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റജി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു ടോപ്പർ ആയി കഴിയുമ്പോൾ ആ സ്ട്രാറ്റജി ബാക്കിയുള്ളവർ ഫോളോ ചെയ്യും. അല്ലാണ്ട് പഴയ സ്ട്രാറ്റജി മാത്രമേ എപ്പോഴും വർക്ക് ചെയ്യുന്നത് മാത്രം ചിന്തിക്കുന്നില്ല. സോ എക്സാമിന് മുന്നേ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ റിവിഷൻ ചെയ്യുക. എന്നിട്ട് റിവിഷൻ ചെയ്യാൻ നേരത്തെ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ പറ്റും. കാരണം നമ്മളിത് പഠിച്ചു, റിവൈസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊക്കെ അറിയാം. അപ്പം ആ ഒരു റിവിഷനും ചെയ്ത് ഒരു കോൺഫിഡൻസോടുകൂടി വേണം എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. റിവിഷൻ മസ്റ്റാണ്, PYQ മസ്റ്റാണ്. ടെസ്റ്റ് സീരീസ് നിങ്ങൾ മാക്സിമം ഈ ഒരു കാലഘട്ടത്തിൽ എടുക്കുക. ലാസ്റ്റ് 2 വീക്സിൽ ടെസ്റ്റ് സീരീസ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇടുന്ന ടെസ്റ്റ് സീരീസ് നിങ്ങൾ അധികം എടുക്കാൻ പോകണ്ട. അതിന് മുന്നേ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീ എല്ലാം അനലൈസ് ചെയ്ത് പഠിച്ച് വെക്കുക. ലാസ്റ്റത്തെ സമയത്ത് നിങ്ങൾ PYQ നിങ്ങളുടെ കളക്ഷനുള്ള PYQ കളക്ഷൻ എടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആ PYQ സോൾവ് ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ ഫുൾ അങ്ങ് സോൾവ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ 24 എടുത്തിട്ട് ഫുൾ സോൾവ് ചെയ്യാൻ നോക്കുക. 25 എടുത്തിട്ട് ഫുൾ സോൾവ് ചെയ്യാൻ നോക്കുക. ഇനി സോൾവ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കീയും നിങ്ങൾ അനലൈസ് ചെയ്യുക, പഠിക്കുക. അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് സീരീസ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക,
നിങ്ങൾ UPSC PYQ തന്നെ എടുത്തിട്ട് അതൊരു ടെസ്റ്റ് സീരീസ് ആയിട്ട് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ തന്നെ ഒരു അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ സ്വയം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് ആ UPSC ട്രാക്കിലേക്ക് വരാൻ വേണ്ടി അതാണ് നല്ലത്. PYQ നല്ലതാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ നമ്മുടെ പ്രിലിംസിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.